സഭയിലുള്ള എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരിക്കലൊരു തള്ള പറഞ്ഞു, അന്യോട് പറഞ്ഞു, അന്യഭാഷ മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞു, തള്ള നിങ്ങളോടല്ല പറഞ്ഞേ, അന്യഭാഷയിൽ പറയുന്നവൻ തള്ളയോടത്ര അല്ല, ദൈവത്തോടാ. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക, വേറെ ആരുമായിട്ട് അറിയത്തുമില്ല. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിങ്ങളെ ഇണങ്ങിയാലും മിണങ്ങിയാലും അഭിഷേകം പ്രാപിക്കാത്തവന് ഒരു സ്ഥാനവും കൊടുക്കരുത്. സഭയ്ക്കകത്ത് അഭിഷേകം പ്രാപിക്കാത്തവനെ സെക്രട്ടറി ആക്കരുത്. സെക്രട്ടറി അഭിഷേകം പ്രാപിക്കണം. അല്ല 2 പേനായി ഒരു ബുക്കുമായിട്ട് കോഴിപിടുത്തക്കാരൻ വരും പോലെ വരരുത് ഞായറാഴ്ച. ഇത് തീർത്ത് പറയണ്ടേ. പിന്നെ നമ്മൾ പറയാതെ പിന്നെ ഗുരുവായൂരിലെ മേശാന്തി വന്ന് പറയുമോ? കമ്മിറ്റിയും കൗൺസിലും ആയിക്കോട്ടെ, അഭിഷേകമില്ലാത്തവനെ കയറ്റരുത്. ഇന്ന് രാത്രി ആ വാക്യത്തോട് ബന്ധപ്പെട്ട് ചെറിയ 1-2 ചിന്ത. നിങ്ങളെ അറിവില്ലാതെ ഇരിക്കരുത്. നിങ്ങൾ അറിയണം. അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അറിയേണ്ടാത്ത കാര്യം അറിയാൻ ഓടി നടക്കുകയും ചെയ്യരുത്. അറിയേണ്ട കാര്യം അറിയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷ കഴിഞ്ഞ് താഴോട്ടിറങ്ങിയപ്പോൾ പേരൊന്നും പറഞ്ഞില്ല, ഒരാൾ വന്ന് പറഞ്ഞ് മറ്റേ കാര്യമൊക്കെ എങ്ങനെയായെന്ന്. ഞാൻ ചോദിച്ചു, ഏത് കാര്യമാണ്? എൻ്റെ മൊബൈൽ പഴയതായതുകൊണ്ട് ഒന്നും കാണാൻ മേലെന്ന്. എങ്ങനെയുണ്ട്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാനും അറിയിപ്പിക്കാനും തുനിയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അറിയേണ്ട ധാരാളം കാര്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അതാണല്ലോ വായിച്ച തിരുവെടുത്ത്. ഒന്നുകൂടെ വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. സത്യമയനിലും നിത്യപിതാവിലും സത്യമയനിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അതെ, എനിക്ക് വന്ന് ഇവിടെ ചെറിയത് 2 വെച്ചേക്കുന്ന, മുടുത്തതല്ല അവിടെ കൊടുത്തേക്കുന്നത്. അതായ ഞാൻ അങ്ങോട്ട് വരാം. ഇത് ഇങ്ങോട്ടൊന്ന് ഇത് ഊപ്പറി 2 അവിടെ കൊണ്ടുവച്ചിരിക്കുക. സ്തോത്രം. കണ്ടോ, ഇവിടെ വന്നപ്പോൾ നല്ല സുഖമുണ്ട്. മിക്കവാറും ഞാനിവിടെ നിന്നേ പ്രസംഗിക്കുകയുള്ളൂ. പ്രസംഗമല്ലേ പ്രധാനം. അപ്പം അതിനല്ലേ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണ്ടേ. പാട്ടും പ്രധാനമാണ്. പാട്ട് കഴിയുമ്പം നേരെ അങ്ങോട്ട് വച്ച് തരണം. സ്തോത്രം. വലിയതല്ല ഇവിടെ ആണല്ലോ വെച്ചത്. ഒന്നുകൂടെ വായിച്ചോ. അതെ മിക്കവാറും അതേ നടക്കൂ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നന്നായി വരുന്നുണ്ട്. അപ്പം മിക്കവാറും ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗം നടക്കുകയുള്ളൂ. അല്ലെ, ഈ മിക്കയിടത്ത് ചെല്ലുമ്പോഴും ഇങ്ങനെ ഈ പ്രസംഗിക്കുന്നവർക്ക് അത് ശരിയാക്കി തരികയല്ല. ഒരു സ്ഥലത്തല്ല. അപ്പം സ്റ്റാലിൻ നമ്മുടെ ആളാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പാട്ടുകാർക്കാ എല്ലാം ഇണക്കി കൊടുക്കുന്നത്. ഇപ്പം കല്യാണത്തിന് എന്നാലും കൂടുതലും പാട്ടിനാണ് സമയം പോകുന്നത്. ദൈവവചനം ശുശ്രൂഷിക്കാനും മറ്റ് അധികം സമയമൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ പാട്ടുകാരാണെങ്കിലും പാടാൻ പറഞ്ഞാൽ പാടുകയല്ല, നിന്നങ്ങ് എല്ലാം ഒത്തിരി പിന്നെ വകുപ്പുകളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ സമയം പോകും. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമാ. പരുവത്തിന് കൊണ്ടുപോവാ.
സ്തോത്രം. എനിക്കിതൊന്നും പറയാനറിയാം. ഇന്നാളൊരു പറഞ്ഞ് അറിയാത്തതാ നല്ലത്, അറിയാമായിരുന്നെങ്കിൽ. ഒന്നുകൂടെ വായിച്ചു. ഇതേ നടക്കുള്ളൂ മിക്കവാറും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മോനെ പേരെങ്ങനെ? സുനില്. ഇപ്പം നന്നായിരിക്കുന്നു. ഇപ്പം നന്നായിരിക്കുന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി എടുത്തോണ്ട് പോകാറുള്ളേ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും ഈ വിഷയം പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് അത് ചിന്തിക്കാം. ബഹുമാനപ്പെട്ട കുരുവിള ചാക്കോ അവർകളെ സമയം എന്നോട് വന്നിരുന്നപ്പോഴേ പറഞ്ഞു, അത് പോരാഞ്ഞിട്ട് കുറിപ്പ് എഴുതി തന്നിട്ടുണ്ട് ഇവിടുന്ന്. അപ്പം രണ്ടും എൻ്റെ കിട്ടി. അപ്പം അതിൻ്റെ കൃത്യസമയത്ത് നിർത്തും, ഭാരപ്പെടുകയൊന്നും വേണ്ട. അതുകൊണ്ട് ഇന്ന് ഞാൻ അധികം പാട്ട് പാടത്തില്ല. പാട്ട് പാടിയാൽ നമുക്ക് പോയി പറ്റുണ്ടാകുകയില്ല. പാട്ട് പാടി പോയാൽ വിഷയം തീരുകയില്ല. പാട്ട് പാടിയില്ലെങ്കിലും വിഷയമാ. എന്തായാലും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കാം. ചിലർക്ക് ഒരു ധാരണയുണ്ട് അതൊക്കെ പാട്ട് മാത്രമേ ഉള്ളെന്ന്. അത് ഞാൻ ഇന്ന് കാണിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവവചനത്തിൽ നിന്ന് ഈ രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഒന്നുകൂടെ വായിച്ചോ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്, അത് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ രാത്രിയിലും അതിൻ്റെ തലേ രാത്രിയിലും കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രിയിലും പ്രഗത്ഭരായ പ്രശസ്തരായ അഭിഷിക്തന്മാർ ഇവിടെ ശുശ്രൂഷിച്ചു, ഇനി ശുശ്രൂഷിക്കാൻ പോകുന്നു. ദൈവം അവരെയും അവരുടെ ശുശ്രൂഷകളെയും വീണ്ടും ആദരിക്കട്ടെ. ഇതിനിടയ്ക്ക് ഭോഷനാകുന്ന എനിക്കും വരുവാൻ ദൈവം കൃപ നൽകൂ. ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് അവരെല്ലാം ദൈവവചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരുമാണ്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. ഇവിടെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവെഴുത്താണ് ഇവിടെ പൊതുവിൽ വായിച്ച് കേട്ടത്. നമുക്കറിയാം, പൗലോസ് തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി. ഞാൻ കൂടെ പറയുന്ന ഭാഗമാണ്. പൗലോസിന്റെ ലേഖനം പുതിയ നിയമത്തിലെ 21 ലേഖനം നമുക്കറിയാം. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും അഭിഷിക്തന്മാർക്കറിയാം, ദൈവമക്കൾക്കറിയാം, പൗലോസിന്റെ ലേഖനങ്ങളാണ്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അതിലെ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. ഇനി പൗലോസിന്റെ ലേഖനങ്ങളെ തരംതിരിച്ച് പഠിക്കുമ്പോൾ, ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം, ക്രിസ്തുശാസ്ത്രത്തെ സംബന്ധിച്ച ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാം. രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനമാണ് റോമാലേഖനമൊക്കെ. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടേ ഒക്കൂ. എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി ഉള്ളത്തിൽ ഏറ്റെടുക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർത്താവിന് മഹത്വം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല, രക്ഷിക്കപ്പെടാനൊക്കത്തില്ല. ഭൗതിക വസ്തുക്കൾ കൊണ്ട് തിരുമുൽക്കാഴ്ചയായിട്ട് വെച്ചാലും രക്ഷപ്പെടാനൊക്കത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. എൻ്റെ ഭാഷ പറഞ്ഞ കൈയും കാലും ഒന്നും പൊക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഹൃദയം ഒന്ന് സമർപ്പിച്ച്, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ രക്ഷിപ്പാൻ വല്ലഭത്വമുള്ള കഴിവുള്ളവനാണ് നസറേയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിലും ആ രക്ഷാനായകൻ നമ്മുടെ നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് 7 നിലവിളക്കട നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ട്. നീ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു.
പ്രൈസ് ദി ലോർഡ്. രക്ഷാതത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം വിസ്തരിക്കുന്നില്ല. അടുത്തത് ക്രിസ്തുശാസ്ത്രമാണ്. അതാണ് നമ്മൾ ലേഖനത്തിലേക്ക് പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനമെല്ലാം ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിത്വം, അവിടുത്തെ പൂർവാസ്തിത്വം, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ്. ഈ കാണുന്ന സകല ജരാചരങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെയല്ല നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, അല്പലാണ്ടം, തൃണാണ്ടം, ഡമ്പണ്ടം, ടകടകടമ്പൻ, ഡിമ്പാടിമ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അണ്ടകടാകത്തെ പൂജര കേജര വസ്തുക്കളെ, നക്ഷത്രങ്ങളെ, ഗാലക്സികൾ എന്ന് വേണ്ട മുഴുവനെയും സൃഷ്ടിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. വെളിപ്പാട് 4:11 വായിക്കുന്നത്, കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് ആ സകലത്തെ സൃഷ്ടിച്ചത്. ഈ ആയുസ്സിൽ പ്രിയരെ, എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സർവജ്ഞനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, നിത്യനായ ദൈവത്തെ, ഏക സത്യ നിത്യ ദൈവമായ ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും സ്നേഹിപ്പാനും സേവിപ്പാനും നമ്മുടെ ആയുസ്സിൽ ലഭിച്ചതാ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ സഹപടന്മാരോട് ഒരു കാര്യം പറയാ, ഈ മഹത്വവാനായ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അത് ഏറ്റവും വലിയ പദവിയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വിശേഷത ക്രിസ്തുശാസ്ത്രം. എന്തിനാ ക്രിസ്തു ജനിച്ചത്? ജനിക്കുന്നതിന് മുമ്പ് എവിടായിരുന്നു, എങ്ങനായിരുന്നു, ആരാ, എന്തിനാ ജനനത്തിൻ്റെ ഉദ്ദേശം, ജനിച്ചു കഴിഞ്ഞുള്ള പ്രവൃത്തികൾ, പ്രവർത്തനങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം, ഇപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇനി വരുമോ, വന്നാൽ എന്താ കാര്യം, ഇതെല്ലാം ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അടുത്തത് സഭാശാസ്ത്രപരമായ ലേഖനമാണ്. അത് തിമത്തിയോസിൻ്റെ ലേഖനങ്ങളും തീത്തോസിൻ്റെ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ സഭാശാസ്ത്രപരമായ ലേഖനം പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇടയലേഖനങ്ങളാണ്. ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. കർത്താവിൻ്റെ മഹത്വം, ആടും ഇടയനും, സഭയുടെ നടത്തിപ്പുകൾ, സഭയുടെ നടപടിക്രമങ്ങൾ, ഇതൊക്കെയാണ് ആ ലേഖനത്തിൽ സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. അന്ത്യകാല ശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങളിൽ പെട്ടതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. അന്ത്യകാലം ധാരാളം കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ ഒറ്റ വാക്ക് പറയാ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്, അനന്തര സംഭവങ്ങൾ, ദൈവമക്കളുടെ ഭാവി പ്രത്യാശ, ഇതെല്ലാം ആ കാര്യങ്ങളിനകത്ത് ഉൾപ്പെടും. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങളിൽ പെട്ട ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. നിങ്ങൾക്കറിയാം, തെസ്സലോനിക്കർക്ക് പൗലോസ് 2 ലേഖനം എഴുതി, 1-2 ലേഖനം. ഞാൻ എപ്പോഴും പറയും, 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അപ്പോൾ 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിലെ വിഷയം നമുക്കറിയാം, എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണെന്ന് ഒരു വാക്യം തെളിവിന്, അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചോ. 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. അറിവുള്ള വാക്യമാ, വായിച്ചോ. വിശേഷാൽ രാജാക്കന്മാർക്കും തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2:9. അത് തിമത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം മതിയേ. അപ്പോൾ അവിടുത്തെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. എന്നാലും ഒരു വരി പാടണം. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, വഴി ഒരുക്കും നിസങ്ങൾ, പൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ
ആശ നിൻ മുഖം കാൺമാൻ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ദൈവദാസി ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അധർമ്മമൂർത്തി, നാശയോഗ്യൻ, തുമ്പുകെട്ട ഇടയൻ, വരുവാനുള്ള പ്രഭു, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് സന്ദർഭോചിതമായിട്ടും സ്വഭാവത്തിന്റെ അനുസരിച്ച് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധർമ്മമൂർത്തി സകല അധർമ്മവും ചെയ്യും, ഇവൻ അധർമ്മം ചെയ്യുകയും ചെയ്യും, അടുത്തിരിക്കുന്നവരെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതെല്ലാം എങ്ങനെ വ്യാപരിക്കുന്നെന്നാ പുസ്തകത്തിൽ വാക്യം. സ്തോത്രം. ആട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. അതെ, 1-ാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. 1-ാം ലേഖനത്തിലെ വിഷയം നമ്മുടെ പ്രതിപാദ്യ പ്രത്യാശ പുരുഷൻ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷത നമുക്കറിയാം. 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായത്തിലും പൗലോസ് പറഞ്ഞു യേശു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണെന്ന്. ആ ദൈവദാസി വായിച്ചോ 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യോ, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യോ, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യോ, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യോ, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള തിരുവെടുത്തും 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. വായിര്, എന്നെ നോക്കാതെ അങ്ങോട്ട് വായിച്ചു. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു. എന്റെ കൂടെ പിടിക്ക നിന്നോണം. പേരെന്തുവാ? ദൈവത്തെ സേവിപ്പാനും. സേവിച്ചോ? പേരെന്നാന്ന് നമ്മുടെ പേര്? അതിനെ കൊള്ളുകയല്ലേ പേര്? മൈക്ക് കൂടെ പറഞ്ഞ്, നല്ല പേരാണല്ലോ. മൈക്ക് കൂടെ പറഞ്ഞു കേൾക്കാം. ബീന വായിച്ചേ 9 മുതൽ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. അതാ നമ്മുടെ പ്രത്യാശയാണ്. പൗലോസ് തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. തീത്തോസ് 2:11 മുതൽ പഠിക്കുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ കൃപയുടെ ഒരു വിശേഷത, ശിക്ഷിക്കും, ശാസിക്കും. ശാസനയും ശിക്ഷയും കിട്ടുന്നില്ലേ ഓർത്തോണം, കൃപയില്ല. കൃപയുണ്ടെങ്കിലാണ് ഇത് കിട്ടുന്നത്. അത് കൃപയാ. അതെ, നമ്മുടെ വിഷയമല്ലല്ലോ. കർത്താവിന് മഹത്വം. അപ്പൊ 1-ാം അധ്യായത്തിൽ പറയുക യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. 2:19 വായിച്ചേ ബീനെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവിടുത്തെ പ്രത്യക്ഷത. ഇനി 3:13 വായിച്ചേ. 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ അവിടെ പ്രത്യക്ഷതയാ. ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു അവിടുത്തെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 4:13 മുതൽ വായിച്ചേ. സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു ഭരിക്കുകയും ജീവിച്ചെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അടുത്ത വാക്യം, അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കുക. പിന്നെ 16-ാം വാക്യം നമുക്കെല്ലാം മനപ്പാടമാ. കർത്താവ് താൻ
കർത്താവ് താൻ വേണ്ട വേണ്ട, അതെല്ലാവർക്കും അറിയാവുന്നതാ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അവിടെയും 4:13 മുതലുള്ള തിരുവെടുത്തും താഴോട്ട് പിടിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ച ദൈവദാസി 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. പിന്നെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ഒരു കാര്യം ഇടയ്ക്ക് പറയാ, ആ ഓർഡർ കണ്ടോ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ഓർഡർ കണ്ടോ? ആത്മാവ്, പ്രാണൻ, ദേഹം. സാധാരണ ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാ പറയുന്നേ? ദേഹം, ദേഹി, ആത്മാവെന്ന. വേറെ പുസ്തകത്തിന്റെ ഓർഡർ കണ്ടോ? ആത്മാവ്, പ്രാണൻ, ദേഹം. ഒടുവിലാ ദേഹം. ആദ്യം ആത്മാവാ. നമ്മൾ നേരെ തല തിരിച്ചാ പറയുന്നേ. താവേ ദേഹം, ദേഹി. പണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ, ഏതച്ഛനാ? ഗാനോച്ചൻ. അച്ഛൻ പറഞ്ഞു, ആത്മരക്ഷയിലാ നമ്മളെല്ലാം തുടങ്ങിയത്. ഞാൻ നിങ്ങളുമെല്ലാം തുടങ്ങിയത് ആത്മരക്ഷയല്ല. പക്ഷെ ഇപ്പം വന്ന് ദേഹരക്ഷയിലാ വന്നിരിക്കുന്നേ. ഇല്ലേ? മിണ്ടുകയല്ല. ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ. സ്റ്റാൻലിക്ക് ആ പാട്ട് അറിയത്തില്ലേ? അതിൻ്റെ കൂടെ പാടുകയല്ലേ? ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ, ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും? ആത്മാവിനെ കരുതിടാഞ്ഞാൽ. ഒരു നിർദ്ദേശം കൂടെ തരാം. ഇതിൻ്റെ എല്ലാം ശബ്ദം താഴെ നിൽക്കണം. എൻ്റെ ശബ്ദം കൊള്ളുകയില്ലെങ്കിലും മേളിൽ നിൽക്കണം. കാരണം സ്റ്റാൻലിയോടും ടീമിനോടും വൈരാഗ്യം ഉണ്ടായിട്ടല്ല. വേദപുസ്തകത്തിൻ്റെ പ്രമാണം പാട്ടുകാര് പിൻപില്. സ്തോത്രം. സംഗീതക്കാർ മുമ്പിൽ, വീണക്കാര് പിമ്പിൽ. അപ്പൊ ഇത് വീണയെല്ലാം പിമ്പിൽ, സംഗീതക്കാര് മുമ്പിൽ. അത് സ്റ്റാൻലി ആണെങ്കിലും പാട്ട് പാടുമ്പം പാട്ടിൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. അതിൻ്റെ കാരണം എന്തുവായി പാടുന്നത്? അതിനകത്തെ പദം എന്നതാ? കാരണം കുഴപ്പടിയുള്ളതാണോ പാടി വെക്കുന്നത്? ഇതൊക്കെ അറിയണം. ഉപദേശപ്പശകാണോ പാടി വെക്കുന്നതെന്ന് അറിയണ്ടേ? ചിലപ്പം ചിലയിടത്ത് നല്ല ട്യൂണായിരിക്കും, നല്ല താളവും എല്ലാം അടിച്ച് പെരുക്കുക. ഉപദേശപ്പശകായിരിക്കും പാടി വെക്കുന്നത്. അപ്പം അത് പാട്ടറിയണം. ഇന്ന പാട്ടാണ്, അതിന്നതാണ് വിഷയം. അതറിഞ്ഞു വേണം ഉള്ളം തുടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അപ്പോൾ സംഗീതക്കാർ മുമ്പിൽ, വീണക്കാർ പിമ്പിൽ. വാദ്യതാളങ്ങളെല്ലാം വേണം. എൻ്റെ അഭിപ്രായം ചെണ്ട വരെ കൊണ്ടുവരണമെന്നാണ്. എല്ലാം വേണം. പക്ഷെ അതിൻ്റെ എല്ലാം ശബ്ദം താഴെ നിൽക്കണം. നമുക്ക് ചില കൺവെൻഷനിൽ ചെന്നാൽ ഏത് പാട്ടാന്ന് പോലും അറിയാൻ പറ്റില്ല. പിന്നെ അങ്ങൊരു ബഹളമാണ്. പിന്നെ നമുക്ക് രക്ഷപ്പെടുന്നത് ഒന്നേ തെറ്റുമില്ല, മനസ്സിലാകാതെ വലിയൊരു മറുഭാഷ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. അങ്ങനെ ഇത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം അത് ഒക്കത്തില്ല. പാട്ട് പാടുമ്പം എൻ്റെ ട്യൂണ് കൊള്ളുകയില്ല, സ്വരം ഒന്നും കൊള്ളുകയില്ലെന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും വരി, പദം എന്തുവാന്ന് അറിയണം. ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ, ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും? ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അധികവാസം ഈകത്തിലില്ലേ ഒടുവിലെന്താകും? അധികവാസം ഈകത്തിലില്ലേ ഒടുവിൽ. അപ്പോൾ ആത്മരക്ഷ, അതാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടെ പൗലോസ് അതിന്റെ ഓർഡർ പറയുക, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അതാ ഓർഡർ. അപ്പൊ ആദ്യം ആത്മാവിനാ പ്രഥമ സ്ഥാനം. ആത്മരക്ഷയായ എല്ലാത്തിലും പ്രാധാന്യം. അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. പിന്നെ അതിന് താഴെ പ്രാണരക്ഷ, ഒടുവില ദേഹരക്ഷ.
പക്ഷെ ഞാനും നിങ്ങളും എല്ലാം ഗതികേട് കൊണ്ടോ പഠിത്തത്തിൻ്റെ കുഴപ്പടി കൊണ്ടാണോ പ്രയോഗശൈലി കൊണ്ടാണോ പെട്ടെന്ന് പറയാൻ എളുപ്പമായത് കൊണ്ടാണോ നമ്മളെല്ലാം പറഞ്ഞത് വേഗം തേകി. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് ആത്മരക്ഷയിലാണ് നമ്മൾ തുടങ്ങിയത്, പക്ഷെ ഇപ്പം ദേഹരക്ഷയിലാണ് വന്ന്. വേണേ 1-2 ഉദാഹരണം പറയാം. ഞാനും പ്രതിയാ. പണ്ട് മുടിരാത്രി പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ ഇരിക്കുമായിരുന്നു ആത്മരക്ഷ കിട്ടി വന്നപ്പം. ഇപ്പം പറയും പാസ്റ്റർ ഞാനൊരു 12-12:30 ആകുമ്പം പോകും. അതിനാ എനിക്ക് ദേഹരക്ഷ വേണം. ഉറങ്ങണം. ഉറങ്ങരുതെന്നല്ല, ഉറങ്ങണം. തന്നെയല്ല ഉറക്കളച്ചിരിക്കരുതെന്ന് ആ ഡോക്ടർ കുഞ്ഞാണ്ടി പറഞ്ഞേക്കുന്നത്. കുറ്റമല്ലീ പറഞ്ഞത്. ദേഹരക്ഷയില്ല ഇപ്പം വന്ന് നിൽക്കുന്നത്. പണ്ടൊക്കെ വീശി അടിക്കുമായിരുന്നു കയ്യ. ഇപ്പം അങ്ങനെ അടിക്കത്തില്ല. ഇപ്പം ഇങ്ങനെ ഒന്ന് ചത്തിട്ടില്ലെന്ന് അറിയിക്കാണെന്ന് അനക്കും. ദേഹരക്ഷ കാരണം ഒത്തിരി വീശി അടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി കാര്യം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആത്മരക്ഷയിലാണ് നമ്മൾ തുടങ്ങിയത്, ഇപ്പം ദേഹരക്ഷയില. പണ്ട് സഭായത്തിന് 1 മണി 1:30 2 2:30 വരെയൊക്കെ കുറ്റമല്ല, അങ്ങ് പോകും. ഇപ്പൊ സൂക്ഷം 12:30 അല്ലെങ്കിൽ 1 മണി. അത് കുഴപ്പമല്ല. എത്ര ടാബ്ലറ്റ് രാവിലെ എടുത്തേച്ചാ വന്ന് ഇരുന്ന് ഉറങ്ങുന്നേ. ഇനി ചെന്നേച്ചും കുറെ ടാബ്ലറ്റ് എടുക്കാനുണ്ട്. അതെല്ലാം കറക്റ്റ് ടൈമിൽ ഇടുന്നില്ലെങ്കിൽ വേച്ചനുരുണ്ട് താഴെ വീഴും. ദേഹരക്ഷയിലാണ് നിർത്തിയിരിക്കുന്നത്. ആട്ടെ, പോട്ടെ, അങ്ങനെ പോട്ടെ. എന്നാലും വന്നിരിക്കുന്നല്ലോ ഇത്രയും പേര്, വലിയ കാര്യം. ഞാൻ സന്തോഷിച്ചു. കാരണം ഇവിടെ എല്ലാം കൺവെൻഷൻ നടക്കുക, അടുത്തടുത്തെല്ലാം കൺവെൻഷൻ. എന്നാലും ഇവിടെ ഇത്രയും പേര് വന്നല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മകത്ത് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കൺവെൻഷനാണ്. ഞാൻ എന്തൊരു ഓർക്കം ചെയ്തു, നല്ല മുറിക്കാന്നല്ലോ കൊണ്ട് ഇവിടെ നടക്കുന്നത്. കുറച്ച് പേരെങ്കിലും കാണുമെന്നാ ചിന്തിച്ചു. പക്ഷേ ഇത്രയും പേര് ദൈവം കൂട്ടി വരുത്തി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പറയുകയാണ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അതിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ അവിടെയും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 5 അധ്യായത്തിലും പൗലോസ് വളരെ കർക്കശമായി തെളിയിക്കുക യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന്. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടും 5-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങൾ. ഈ വാക്യങ്ങളെല്ലാം ഉറപ്പിച്ചും നിറപ്പിച്ചും സംശയത്തിന് ഹേതുണ്ടാകാത്ത വിധത്തിൽ പറയുക യേശു പ്രത്യക്ഷപ്പെടും. ആമേൻ. തിരുവഴുത്ത് അങ്ങനെ ഒടുപ്പിക്കുന്നത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. ചിലർ മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു വരാറായി. എന്തിന്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. പൗലോസ് പറയാ ഭാഗ്യകരമായ പ്രത്യാശ. പത്രോസ് ഒക്കെ പറയുക ജീവനുള്ള പ്രത്യാശ. ഇന്ന് രാത്രി ഈ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശയുള്ളത് കൊണ്ട് ആ കഷ്ടതയും പോരാട്ടവും പ്രതികൂലവും ആക്ഷേപവും നിന്ന് അപമാനവും പോരും പടകളും ഒക്കെ അനുദിനം വർദ്ധിച്ചു വന്നിട്ടും തളർന്നു പോകാതെ, പിന്മാറാതെ, ക്ഷീണിക്കാതെ, പതറാതെ, പിറുപിറുക്കാതെ, ഇട്ടേച്ചോടാതെ നിലനിൽക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? യേശു വീണ്ടും വരും. സകല ദുരിതങ്ങളും സകല ദുഃഖങ്ങളും സകല കെടുതികളും വന്ന് മാറും. അതാ പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. സ്തോത്രം. പെട്ടെന്ന് മൈക്ക് കൂടെ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നിങ്ങൾ ആനന്ദിക്കുന്ന ഒരു സുദിനമുണ്ട്. ഈ കഷ്ടതയും ഈ പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും മാറും. സങ്കീർത്തനക്കാരൻ പ്രത്യാശയ്ക്ക് ഉതകുന്ന ഒരു വാക്യം പറഞ്ഞു നിങ്ങൾക്കെല്ലാം മനഃപ്പാഠമാ. ഈ കഷ്ടതയും ദുരിതവും ദുഃഖവും രോഗവും പീഡയും ആക്ഷേപമൊക്കെ സങ്കീർത്തനക്കാരൻ പറയാ, ഇത് വേഗം അങ്ങ് തീരും, ഞങ്ങൾ ഇവിടുന്ന് പറന്നും പോകും. അതാ നമ്മുടെ പ്രത്യാശ. ഈ ദുരിതങ്ങളെല്ലാം വേഗം തീരും. ഇവിടെ പത്രോസ് പറയാ, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ഇത് കഴിയുമ്പോൾ ആനന്ദിക്കുന്ന ഒരു സുദിനമുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിനെ മുഖാമുഖം കാണും. അവിടുത്തെ തൃക്കൈ കൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും. ഇനി ദുഃഖമുണ്ടാകത്തില്ല, മുറവിളി ഉണ്ടാകത്തില്ല, കഷ്ടതയില്ല, ഒരു ശാപവുമില്ല. സകല ക്ലേശങ്ങളും കെടുതികളും മാറ്റി അവൻ തന്റെ സമീപേ ഇരുത്തി നമ്മളെ ആശ്ലേഷിക്കുന്ന, അവൻ അത് അനുമോദിക്കുന്ന, ആദരിക്കുന്ന ഒരു സുദിനമുണ്ട്. ആ നല്ല സുദിനത്തിനായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിന്റെ വിശേഷത യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. എല്ലാ വാക്യങ്ങളും എടുത്തു പറയാൻ നേരമില്ല. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്ന് വായിച്ചു, അത് പറയാനേ ഇന്ന് ഒക്കുവുള്ളൂ ആ ഭാഗത്ത് നിന്ന്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു എന്ന് പറഞ്ഞാൽ ഈ വാക്യം വളരെ ഉപദേശപരമായ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്ന വാക്യമാ. അവിടെ ഒരു പദം എടുത്ത് പറയുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു വരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, അവൻ ദൈവസഭ മഹോപദ്രവത്തിൽ കൂടെ പോകത്തില്ല. പോകുന്നെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവസഭ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളും ആ പഠിത്തമാണോ? അല്ല, മിണ്ടാതിരിക്കുന്നു. ഞാനത് പറയുമ്പോ എനിക്ക് ഹെൽപ്പ് ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. എന്നാ കുഴപ്പമില്ല. അത് തന്നെ ഞാനും പറയുന്നത്. ദൈവത്തിന്റെ സഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല. എന്നാൽ ദൈവസഭ ഉപദ്രവങ്ങളിൽ കൂടെ പോകും. അത് സഭ തുടങ്ങിയ കാലം മുതലുണ്ടല്ലോ, ഇല്ലേ? സഭ ആരംഭിച്ച കാലം മുതലേ സഭയ്ക്ക് ഉപദ്രവങ്ങളാ, കല്ലേറും പട്ടിണിയും ഉപദ്രവവും ആക്ഷേപവും പീഡയും ഒക്കെ. അത് സഭ എടുക്കപ്പെടുന്നത് വരെ സഭയ്ക്ക് പീഡയുണ്ട്. പക്ഷേ വേദപുസ്തകത്തിലെ മഹോപദ്രവം ഉണ്ടല്ലോ, ഒരു 7 വർഷം 3-3 പകത്ത് വെച്ചിട്ടല്ലോ. കാലം, അരക്കാലം, ഇരുകാലം, ഒരു കാലം, കാലങ്ങൾ, കാലാംശം, ആ കണക്കുണ്ടല്ലോ. ആ കണക്കിനകത്തൂടെ അവൻ ദൈവസഭ പോകത്തില്ല. മഹാപീഠക്കകത്തൂടെ സഭയെ വിട്ടേച്ച് അവൻ സ്വീകരിക്കുന്ന കർത്താവല്ല. അവൻ ക്രോധം കടന്നുപോളം നിന്നെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇയോടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ നിഴലല്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായി മുഴുവനും ചത്തുമലച്ചപ്പ് 8 പെട്ടകത്തിൽ ഒളിപ്പിച്ചെന്ന്. സ്തോത്രം. അതാ ദൈവം. എന്നാ നിങ്ങൾ മുങ്ങി ചത്തോ പിന്നെ ഉയർപ്പിക്കാന്നല്ല പറഞ്ഞത്. ആ വെള്ളപ്പൊക്കത്തിൽ 8 ദൈവം ഒളിപ്പിച്ചു പെട്ടകത്തിൽ. ബാക്കിയെല്ലാം ന്യായവിധിക്ക് ഇരയായി. സോദോമിൽ തീയിറങ്ങിയപ്പോഴും അവൻ ദൈവം ഒളിപ്പിക്കേണ്ടതിനെ ഗുഹയ്ക്കകത്തുകൊണ്ട് ഒളിപ്പിച്ചു. ദൈവം ഒളിപ്പിച്ചല്ല, അപ്പൻ ചാടി അങ്ങോട്ട് കൂടി കയറിയതാ. പുള്ളിക്ക് അങ്ങ് വരെ ഓടാൻ വയ്യ. തള്ള അവിടെ ഇപ്പോഴും നിൽക്കുന്ന പോയിച്ച് വന്നവര് കണ്ടേച്ച് പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. ഉള്ള പാസ്റ്റ് പോയായിരുന്നു? ഇല്ല. ഒന്ന് പോയി കണ്ടേച്ച് എന്നോടൊന്ന് പറയണം, തള്ള തന്നെയാണെന്ന് തോന്നുന്നു. പോയവരൊക്കെ പറയുന്നത് അവർ തന്നെ നിൽക്കുന്നെന്നാ. ആയിക്കോട്ടെ, തൻ്റെ സഭയെ മഹാപീഠക്കകത്തൂടെ ദൈവം അയക്കത്തില്ല. സ്തോത്രം. നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ വരുവാനുള്ള കോപം, ആ കോപത്തിൽ നമ്മെ വിടുവിക്കാനാ യേശു വരുന്നത്. അവിടെ 9-ാം വാക്യം പറയുകയാ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് പറഞ്ഞാൽ പൗലോസ് തെസ്സലോനിക്കയിൽ വന്നത് എങ്ങനെയാന്ന് ആ ചോദ്യത്തിന്റെ ഒരർത്ഥം. പൗലോസിന്റെ മിഷണറി യാത്രയിൽ ആ തെസ്സലോനിക്കൽ വന്നത് ആ 17-ാം അധ്യായത്തിന്റെ 1-2 ഒന്ന് വായിച്ചേ ദൈവദാസി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ. അവർ അംഫിപോലിസിലും അപ്പൊലോനിക്കയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു. അതിനെ അങ്ങനെ എടുത്തു പറയാൻ കാര്യം, വേറെ യേശുവായിട്ട് ആൾക്കാർ വരും, അന്നും വരും, പിന്നെ വന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ വേറെ യേശുവായിട്ട് ആൾക്കാർ നടക്കുന്നത്. പക്ഷെ അതല്ല ഈ യേശു. ഏതാ ഞാൻ പറഞ്ഞത്? മനുഷ്യജാതികളുടെ പാപപരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വിട്ട് വചനം ജഡമായി കന്യാസൂനുമായി അവതരിച്ച യേശു, നാടെങ്ങും നന്മ സുവിശേഷിച്ച യേശു, മരിച്ചവരെ ഉയർപ്പിച്ച യേശു, രോഗികളെ സൗഖ്യമാക്കി യേശു. തീർന്നില്ല, തിരുവെഴുത്ത് എഴുതി വെച്ചതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയ യേശു, അവൻ ക്രൂശിക്കപ്പെട്ട യേശു, അവൻ അത് മരിച്ച് അടക്കപ്പെട്ട യേശു, 3-ന്റെ അന്ന് ഉയർത്തെഴുന്നേറ്റ യേശു, ഇന്നും സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു. തീർന്നില്ല, തിരിച്ചു വരുന്ന യേശു. എന്തിന്? തിരുസഭയെ ചേർക്കുവാൻ. ആ യേശുവിന്റെ കാര്യമാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ യേശു വായിച്ച സഹോദരി, ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലരും
ഭക്തിയുള്ള യവനന്മാരിൽ ഒരു അവര് ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. ഇങ്ങനെ തെസലോനിക്കയിൽ ഒരു സഭയുണ്ടായി, അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാ. ഈ സഭയുടെ ഒരു വിശേഷത കൊണ്ട് നല്ല സഭയാ. തെസലോനിക്കരെ പറ്റി പറയുന്നത് നിങ്ങൾക്കറിയാം, ദൈവദാസന്മാർ ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാ. ഇപ്പം വന്ന് നമ്മളെക്കാളും നന്നായിട്ട് ഇവർക്കറിയാം. നമ്മൾ പൊട്ടത്തരം പറഞ്ഞാലുടനെ അവിടെ വരുന്ന ഊറിയ ചിരിച്ചിരിക്കും. പിന്നെ പാസ്റ്റർ ആയതുകൊണ്ട് അവർ മിണ്ടുന്നില്ലെന്നേ. അതെ, ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് പൊട്ടത്തരം പറഞ്ഞാൽ അവർക്ക് അയ്യോ വെടലത്തരമായി പറയുന്നത്, അവരൊരു ഊറിയ ചിരിച്ചിരിക്കും. നമ്മളോർക്കും പ്രസംഗം കേട്ടിരിക്കുകയെന്നും. പിന്നെ അവര് ദൈവദാസനല്ലേ പോട്ടെന്നോർത്തങ്ങ്. കാരണം ഇപ്പം പഠിത്തത്തിന് ധാരാളം സാവകാശങ്ങൾ സാഹചര്യം ഇല്ലേ. അയ്യോ സാധ്യതകൾ ഇഷ്ടം പോലുണ്ട്. മൊബൈലിലൊക്കെ അടിച്ചു കൊടുത്താൽ എന്തെല്ലാം പഠിക്കാനുണ്ട്. താല്പര്യമുള്ളവർക്കാണ് നന്നായിട്ട് പഠിക്കാം. ആരോട് പറയാം. അപ്പം അതുകൊണ്ട് നമ്മയൊക്കെ നന്നായിട്ട് അവർക്കറിയാം. അപ്പം പൗലോസ് ഈ കാര്യമെല്ലാം വളരെ കർക്കശമായി പറയുകയാ. നന്നായിട്ട് അവിടെ പറഞ്ഞു. സഭ തുടങ്ങി. ഈ സഭയുടെ വിശേഷത, തെസലോനിക്കരുടെ ഒരു വിശേഷത, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ സഹോദരി. 1:7. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് മാതൃകയായി തീർന്നു. അടുത്ത വാക്യം. വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി. കണ്ടോ, നിങ്ങളുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. ആരുടെ? തെസലോനിക്കരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. റോമാക്കാരുടെ വിശ്വാസവും ലോകപ്രസിദ്ധമായിരുന്നെന്നാ. ഈ രണ്ടു കൂട്ടരുടെ കാര്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. വിശ്വപ്രസിദ്ധമായ വിശ്വാസമാണ് തെസലോനിക്കരുടെ വിശ്വാസം. ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ പേരും മറ്റ് കുടുംബശ്രേഷ്ഠതയും പേരും പഠിപ്പും സ്ഥാനവും മാനവും ഒന്നും പ്രസിദ്ധമായില്ലെങ്കിൽ നിന്റെ വിശ്വാസം പ്രസിദ്ധമാകണം. ഇപ്പം പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വാസമൊന്നുമല്ല. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഇന്നയാൾ മുമ്പോട്ട് വരും, ഡോക്ടർ റൗറൻ സോ പുള്ളി ഇന്ന ചുമതല വഹിക്കുന്നു. പിന്നെ അത് പറയണേ തന്നെ കുറെ നേരം വേണം. ചിലര് പറയുമ്പം മുഴുവൻ തെറ്റുകയും ചെയ്യും. പിന്നെ പുള്ളി എഴുന്നേറ്റ് വരുമ്പോൾ പുള്ളി എന്തെല്ലാം ചുമതല വഹിക്കുന്നു അതെല്ലാം കൂടെ വാതോരാതെ പറയും. വിശ്വാസമൊന്നുമില്ല. ഇതെല്ലാം കൂടെ കേട്ട് വിശ്വാസികളുടെ ഉള്ള വിശ്വാസവും പോവും. ഇതല്ല വിഷയം. നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ കുടുംബ മഹിമയോ വിദ്യാഭ്യാസത്തിന്റെ മെച്ചമോ, അത് തെറ്റാന്നല്ല. വിദ്യാഭ്യാസം നല്ലതാ. നമ്മുടെ വീരസാഹസിക കഥകളും മുൻകാലത്ത് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാകണം. നിന്റെ വിശ്വാസം വിശ്വപ്രസിദ്ധമാകണം. ഇവിടെ സ്ഥാനവും മാനയും കസേരവും ഒന്നും കിട്ടിയില്ലെങ്കിൽ, ആൾക്കാർ നിന്നെ മാനിച്ചില്ലെങ്കിലും, അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ആൾക്കാർ റബ്ബിന്നോ റബ്ബുനിന്നോ യജമാനെന്നൊന്നും വിളിച്ചില്ലെങ്കിൽ, ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, നിനക്ക് സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ, ആരും നിന്നെ ഗവനിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാ, നിന്റെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരിക്കണം. അങ്ങനെയാണല്ലോ പുസ്തകത്തിൽ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, വിശ്വാസത്താൽ മരിച്ചവരെ തിരികെ കിട്ടി, വിശ്വാസത്താൽ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു, വിശ്വാസത്താൽ തീയുടെ ബലത്തേക്കെടുത്തി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് വിശ്വാസം വർദ്ധിക്കണം. ഇന്ന് രാത്രി അവിശ്വാസം എന്ന ദുഷ്ടകൃത്യത്തെ ശാസിച്ച് ഈ രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കണം. യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശു മതിയായവനാ. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള നസറായൻ ഈ രാത്രി നടകൊണ്ടോണ്ടിരിക്കുക. നീ നിരാശയോടായിരിക്കും വന്നത്, തിരിച്ചു പോകുന്നത്. ഇന്ന് രാത്രി വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു വേണം. ദൈവത്തിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. ഈ പെന്തിക്കോസ് വളർന്നിട്ടുണ്ടെങ്കിൽ, കുറെയൊക്കെ വളർന്നില്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. കേരളത്തില് പണത്തിന്റെ മുഷ്കു കൊണ്ടോ, പൊളിറ്റിക്കൽ ബലം കൊണ്ടോ, സാമുദായിക ബലം കൊണ്ടോ, കായബലം കൊണ്ടോ, കുടുംബശ്രേഷ്ഠത കൊണ്ടോ, പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ട്
വളർന്നതല്ല, വിശ്വാസം കൊണ്ട് വളർന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പേരും പ്രശസ്തിയൊന്നുമില്ലെങ്കിലും വിശ്വാസമുള്ള മാലാക്കളും പിതാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ വിശ്വാസത്തോടെ ദേശത്തെ കൈവശമാക്കി പ്രാർത്ഥിച്ചു. അവർ വിശ്വാസത്തോടെ ഓരോ വീട്ടിൽ കയറി കാല് ചവിട്ടി, വിശ്വാസത്തോടെ ഓരോരുത്തരെ ചൂണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസത്താൽ ദേശത്തെ കൈയടക്കി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, നിന്റെ വിശ്വാസം വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ പെന്തിക്കോസ് എനിക്കെല്ലാം അറിയത്തില്ലെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ അറിവും അനുഭവമുള്ളവരാ. പണ്ടത്തെ പെന്തിക്കോസ് ഞാൻ പറയും, മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ കേസ് പെന്തിക്കോസ് ആരാധനയെ വന്നാ വിടുതലാ. അവിടുന്ന് ഉപേക്ഷിച്ചതാ. അവർ പറഞ്ഞ് നീ വീട്ടിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ചാകാറായി. ഒരു ചെറിയ അനക്കം അറ്റ കൈക്കാ നമ്മുടെ യോഗത്തിന് കൊണ്ടുവന്നേ. തിയോളജി ഒന്നും പഴയ അമ്മമാർക്കൊന്നും അറിയത്തില്ല, ന്യൂമറ്റോളജിയും ആന്ത്രോപോളജിയും ഒന്നും അറിയത്തില്ല. പക്ഷെ അമ്മയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങ് തിയോളജി മുഴുവൻ അങ്ങോട്ട് കയറി തിയോളജിയുടെ എല്ലാ വശങ്ങളും പഠിച്ച് ഇപ്പൊ തന്നെ തിയോളജി വന്നിപ്പം ദൈവം ഉണ്ടോന്ന് തന്നെ വിഷയം എന്നതാ. തിയോളജി എടുക്കാൻ വരുന്ന പുള്ളിക്ക് തന്നെ സ്തോത്രം. പഴയ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും തിയോളജി ഒന്നും അങ്ങനെ അറിയത്തില്ലെങ്കിലും നല്ല വിശ്വാസമാണ്. ദൈവം ഉണ്ടെന്നും ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ സേവിക്കുന്നവൻ അനുസരിക്കുന്നവനെ വിടിവിക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരും. മരണകരമായത് കുടിച്ചാലും കടിച്ചാലും ഹാനി വരികയില്ല. വിശ്വാസത്താൽ അവർ അത്ഭുതങ്ങൾ ചെയ്യും. ഇത് വിശ്വാസവേലയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരുടെ, ഞാൻ അധികം വിസ്തരിക്കുന്നില്ല, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാരോട് പറയാ, നമ്മളെ പറ്റി മറ്റു കാര്യങ്ങളൊന്നും സ്ഥാനോ മാനോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വലുതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തെസ്സലോനിക്കരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം മാത്രമല്ല, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളായിരുന്നു. അതല്ലേ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ നിങ്ങൾ മക്കെദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. എന്തുവാ ഇവരുടെ മാതൃക? ആ 9-10 വാക്യം പഠിച്ചാൽ ഇവർ വേർപാട് പാലിച്ചവരാ. അവിടെ ഒരു പദമുണ്ട്, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വന്നെന്നൊരു പദമുണ്ടല്ലോ. ദൈവദാസി വായിച്ചേ. എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. അടുത്തത്, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഈ വാക്യം ചേർത്തൊന്ന് പഠിച്ചാൽ ഒറ്റ വാക്കിൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ഇവര് വേർപാട് പാലിച്ചവരാ. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവര് മാതൃകാ വിശ്വാസി. എന്തുവാ ഇവരുടെ മാതൃക? ഒരു മാതൃക, ഇവര് വേർപാട് പാലിക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ നേരത്തെ ആചരിച്ച് സേവിച്ച് സ്നേഹിച്ച് ഭജിച്ച് പൂജിച്ച് ആമെ പിൻഗമിച്ചതിനെല്ലാം വിട്ടു. ആ വിഗ്രഹങ്ങളെ വിട്ടു. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാ, നിനക്ക് വേണ്ടി രക്തം ചിന്തി നിന്നെ വീണ്ടെടുത്ത് നിന്നെ രക്ഷിച്ച് നിന്നെ വിടിവിച്ച യേശുവിനേക്കാൾ ഉപരി നീ എന്തിന് പ്രാധാന്യം കൊടുത്തോ അത് മുഴുവൻ വിഗ്രഹമാണ്. അത് ഭാര്യയാന്നേലും ഭർത്താവാന്നേലും മക്കളാന്നേലും വണ്ടിയാന്നേലും വീടാന്നേലും ജോലിയാന്നേലും വസ്തുവാന്നേലും എന്ത് വിഷയമാന്നേലും നിനക്ക് വേണ്ടി രക്തം ചിന്തി വീണ്ടെടുത്ത് നിന്നെ രക്ഷിച്ച യേശുവിനേക്കാൾ ഉപരി എന്തിനെങ്കിലും ഞാനും നിങ്ങളും പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അത് വിഗ്രഹമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതിനടുത്ത ഞാൻ ഒരു വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. ഓപ്പണായിട്ട് അങ്ങ് പറയാം, ചക്ക കായ്ച്ചു വരുന്ന സമയമാണ്. അപ്പം ഞാൻ മേളത്തെ വീട്ടിലായി ഇദ്ദേഹം, താഴത്തെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അളിയനാണ്. അപ്പം ഞാൻ മേളത്തെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, അച്ചായ പേരൊന്നും ഞാൻ പറയുന്നില്ല, താഴെ ചക്കയുണ്ടല്ലോ. ഉടനെ എടുത്ത വായോട്, ആ ചക്കയുണ്ട്, ആരിടാനാ ആര് വേവിക്കാനാ? ഞാൻ ചോദിച്ചെന്നാ? അയ്യോ, താഴെ ഒരു വിഗ്രഹത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം എനിക്ക് മനസ്സിലായില്ല തന്നെ. അപ്പം പിന്നീട് പറഞ്ഞു,
ആ താഴത്തെ വീട്ടിലെ അച്ചായൻ്റെ മകളുടെ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നു. ഈ കൊച്ചുള്ളത് കൊണ്ട് എപ്പോഴും കൊച്ചിനെ അങ്ങ് നാടൻ ഭാഷ പറഞ്ഞ് കൊച്ചിനെ പൂജിക്കുക. ഈ മനുഷ്യനൊരു ചക്ക ഇട്ട് കൊടുക്കുവോ, അത് അടത്തിപ്പെറുക്കി വേവിച്ച് കൊടുക്കും. പുള്ളിക്ക് ആഗ്രഹം കൊണ്ടൊരു ചക്ക വേവിച്ച് കഴിച്ചാൽ കൊള്ളാന്ന്, കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ അരിശവും കൂടെ തീർത്താ പുള്ളി പറഞ്ഞത്. ആ ചക്കയൊക്കെ ഇഷ്ടം കൊണ്ട് എന്നാ ചെയ്യാൻ, താഴെ ഒരു വിഗ്രഹത്തെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. പൊടിക്കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞ്. നമുക്ക് ആ വിഷയം വിടാം. അപ്പം പുള്ളിയുടെ രീതിയിൽ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. കൊച്ചാണ് വിഷയം. കുഞ്ഞിനെ ശുശ്രൂഷിക്കരുതെന്നോ കുഞ്ഞിനെ വളർത്തരുതെന്നോ കുഞ്ഞിനെ പരിപാലിക്കരുതെന്നല്ല അതിൻ്റെ വാദം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ കർത്താവിനേക്കാൾ ഉപരി എന്തിനെങ്കിലും പ്രാധാന്യം കൊടുത്താൽ അതും വിഗ്രഹമാണ്. ഈ തെസലോനിക്കയിലെ വിശ്വാസികൾ സിംഹഭാഗവും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ. എന്നാൽ ഇവർ സത്യദൈവമായ, ഏകദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശുവിനെ രുചിച്ചു കഴിഞ്ഞപ്പോൾ, നേരത്തെ സേവിച്ച് ഭജിച്ച് ആരാധിച്ച് അവൻ പിൻഗമിച്ചതിനെ മുഴുവൻ വിട്ടു. ഇത് വേർപാടാ. ഞാൻ പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം. കർക്കശമായ വേർപാട് പാലിക്കണം. ഇനി ഞാൻ പറയുന്ന പെന്തിക്കോസുകാരോടാ, മറ്റുള്ളവരെ ഉദ്ദേശിച്ചല്ല, തെറ്റിദ്ധരിക്കരുത്. പെന്തിക്കോസുകാരോടാ. പെന്തിക്കോസുകാര് നന്നായിട്ട് വേർപാട് പാലിക്കണം. മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങള്, പാരമ്പര്യങ്ങൾ അതിൻ്റെ പുറകെ ഒന്നും പോകരുത്. പെന്തിക്കോസുകാര് ഇപ്പം വന്ന് പെന്തിക്കോസുകാര് പേപ്പറിൽ ചരമവാർത്ത പിന്നെ ഈ പിറ്റേ വർഷത്തെ അതിനെന്നാ പറഞ്ഞേ ഇല്ലല്ലോ, ഓർമ്മയുടെ അതിന് ചരമവാർഷികം, അതാ അഭിനയിച്ചാൻ പറഞ്ഞതാ ചരമവാർഷികം. പെന്തിക്കോസുകാർ വിടാതെ. ഇന്ന് രാവിലെ ഞാൻ പേപ്പർ നോക്കിയപ്പോൾ സ്തോത്രം പെന്തിക്കോസുകാരാ, കാശുമൊക്കെ ഉള്ള പെന്തിക്കോസുകാരാ ചരമവാർഷികം ഇട്ടേക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ടതാ, എന്നാ ചെയ്യാനാ? ബന്ധുക്കാർ ഇവിടെ വന്ന് ഇരിപ്പോണ്ട് താനും, പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഇച്ചോടെ നമ്മൾ ഒരു ഈ പെയിന്റ് അടിച്ചിടുന്നത് സ്വർഗത്തിൽ 2-ാം വാർഷികം, ചരമദിനം. സ്വർഗത്തിൽ പോയോ? സ്വർഗത്തിൽ ഇങ്ങനെ വാർഷികം ഉണ്ടോ? പ്രഗത്ഭരായ ഒരു ആട്ടെ, പേരൊന്നും പറയുന്നില്ല, ആ മരണം നടന്നു കഴിഞ്ഞപ്പോഴും അവർ പിറ്റേ വർഷം ഇട്ടു. പെന്തിക്കോസുകാരും തുടങ്ങി. എന്നെ എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നത്. വേർപാട് പാലിക്കണേ. ആവശ്യമില്ലാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, മാമൂലുകൾ അത് ദൈവസഭയ്ക്കകത്ത് കയറ്റരുത്. എൻ്റെ കൂട്ടുവേലക്കാരുടെ പറയുക, കർക്കശമായി തന്നെ ശാസിക്കണം, അതിനനുവദിക്കരുത്. സ്തോത്രം. ഇവര് വേർപാട് പാലിച്ച ദൈവമക്കളാണ്. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ഒത്തിരി കാര്യം അവിടെ നിന്ന് പറയേണ്ടതുണ്ട്, ഇന്ന് അതിന് തുനിയുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ 1-ാം അധ്യായത്തിൽ പറയുകയാ, നിങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുക. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ജീവനുള്ള സത്യദൈവമായ, നിത്യദൈവമായ യേശുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമായ ഏറ്റവും വലിയ ഭാഗ്യം. അതിനവസരം ലഭിക്കാത്ത ആരേലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ഒരു പൈസയും മുടക്കണ്ട, നിന്റെ ഹൃദയം കർത്താവിന് സമർപ്പിക്കുക. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. യേശു ഒരു വിഭാഗത്തിൻ്റെ, മതത്തിൻ്റെ, സംഘടനയുടെ കുറെ ആൾക്കാരുടെ മാത്രം ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാ. മനുഷ്യനാ ജാതിയും വർഗവും വർണ്ണമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ പ്രമാണം ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി ആ മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണ് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ യേശു ഇറങ്ങി വന്നത്. ആ കർത്താവിനോട് ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും അവൻ ഇന്ന് രാത്രി രക്ഷയാണ്. അതെ, മുൻപോട്ട് പോകാം. അങ്ങനെ ഓരോ അധ്യായത്തിലും വിശേഷമായ കാര്യം പൗലോസ് പറഞ്ഞു. നമ്മൾ വായിച്ച കുറുവാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ, അല്ല ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. നിങ്ങളും ഞാൻ പോയി കഴിയുമ്പോൾ പറയും കുഴപ്പമില്ലായിരുന്നു, എന്നാലും പുള്ളി പറഞ്ഞ വാക്യത്തോട് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല. അത് വേണ്ട, 1-2 കാര്യം പറയാം. 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ.
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പലതുണ്ട്. ഇവിടെ പൗലോസ് പറയാ, നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്. എന്തുവാ നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പറഞ്ഞത്? അവൻ സ്വത്രം നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ആ രണ്ട് കാര്യം പറഞ്ഞേച്ച് ഈ കാര്യവും കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് യോഗം അവസാനിപ്പിക്കാം. ആ വാച്ച് ഇങ്ങോട്ട് തന്നു, അല്ലേ പിന്നെ പരുവക്കാടായി പോവും. അത് തെറ്റാ, അത് 7:30 ആയിരുന്നതുള്ളൂ. ഞാനിടയ്ക്ക് നോക്കുക, അന്നേരം 7:30. അത് വെച്ച് നോക്കിയാൽ കുരുളച്ചാൻ എന്നെ ഓടിക്കും. ഇത് കറക്റ്റാണല്ലോ. അപ്പോൾ തെസലോനിക്ക ലേഖനം 4:13 പൗലോസ് പറയുക, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്. എങ്ങനെ? കർത്താവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിട്ടിരിക്കരുത്. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. അറിവില്ലാതിരിക്കരുത്. എന്തുവാ? ഒന്ന്, അറിവില്ലാതിരിക്കരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിക്കാം. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു സഹായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12:1. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അറിവില്ലാതിരിക്കരുത്. നിങ്ങളെ അറിയണം, ആത്മീക വരങ്ങളെ പറ്റി അറിയണം. ചില ആൾക്കാര് പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ വരങ്ങളെല്ലാം നിന്നു പോയെന്നാ. ഇല്ല, അവർക്കില്ലെന്നേ ഉള്ളൂ. വരങ്ങൾ ഇന്ന് വരെ നിന്നിട്ടില്ല. തർക്കിക്കാനും കണ്ണിക്കാനുമുള്ള സമയവും വേദിയും സദസ്സും ഒന്നും ഇതല്ല. പക്ഷെ ഇത് പറയണം, നിങ്ങൾ ആത്മീക വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ആത്മീക ഫലങ്ങളുമുണ്ട്, ആത്മീക വരങ്ങളുമുണ്ട്. നിങ്ങൾ കൂടി വരുമ്പോൾ ഈ വരങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കൂടി വരവിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള തിരുവെടുത്ത് ഒന്ന് വായിച്ചോ. അറിവുള്ള വാക്യം എങ്കിലും വായിച്ചോ. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ഇടത് വശത്ത് താഴെ. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്. എല്ലാവർക്കും കൂടെ ഒരു സങ്കീർത്തനം ഉണ്ടെന്നല്ല. ഇപ്പോൾ നമുക്കെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന്, അങ്ങനല്ലേ നമ്മുടെ സഭകളിൽ, ഞങ്ങളുടെ അവിടെ അങ്ങനെ തന്നെ. ഇപ്പോൾ നമുക്കെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന്, അപ്പോൾ ഉറങ്ങുന്നവരും താമസിച്ച് വന്നവരും എല്ലാം ഈ സമയത്താണ് ചാടി അകത്ത് കയറുന്നത്, ഇല്ലേ? ചിലക്ക് അത് ഇന്റർവെല്ലായിട്ടാ. ഇത് കഴിയുമ്പോൾ ചില വെളിയിൽ പോയി വീട് വലിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇനി അത് ഉണ്ടോന്ന് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സങ്കീർത്തനം വന്നല്ല, നിങ്ങൾക്ക് ഓരോരുത്തരും സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സഭായോഗത്തിന് കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു, ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ കാത്തു, ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ പരിപാലിച്ചു. നിന്നേക്കാൾ മിടുക്കന്മാര്, ഉന്നതന്മാര്, ശ്രേഷ്ഠന്മാര്, കഴിവുള്ളവരും മൺമറഞ്ഞ് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നിന്നെ കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിനും കണ്ണിനെ കണ്ണിനും വിടുവിച്ച് അവൻ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കൊണ്ടുവന്ന ദൈവത്തിന് നല്ല സന്തോഷത്തോടെ സങ്കീർത്തനം ചൊല്ലണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൂടി വരുമ്പോൾ ഇതുകൊണ്ടായിരിക്കണം സങ്കീർത്തനം. പിന്നെ ഉപദേശമുണ്ട്. ഉപദേശം പറയണം. ഞാൻ പറയാനുണ്ട്, വെളിയിൽ സുവിശേഷം പറയണം. ഏതാ? രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ സുവിശേഷം പറയണം. യേശുക്രിസ്തു രക്ഷകൻ, യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തലും രക്ഷയില്ല. അത് പുറത്ത് ആ സുവിശേഷം കേട്ട് അകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ അകത്ത് സുവിശേഷമല്ല പറയേണ്ടത്, അകത്ത് ഉപദേശം പറയണം. അങ്ങനെ എഴുതിയേക്കുന്നത്. ഉപദേശം ഉണ്ടെന്നും പറഞ്ഞിരുന്നാ പോരാ, പറയുകയും ചെയ്യണം. ഞങ്ങളുടെ ഒരാൾ പറഞ്ഞു, അച്ചായ അവിടെ ദുരുപദേശമാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, എന്നാ നീ ഉപദേശം എന്ന് പറഞ്ഞു. അവൻ ദുരുപദേശം പറയാനെന്നാ നീ പറയാനെ, ആയിക്കോട്ടെ നീ എന്നാ ഉപദേശം എന്ന് പറ. അതോട്ട് അവൻ അറിയേയില്ല.
അവൻ തന്നെ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പുള്ളി യുക്തിക്ക് മറുപടി കൊടുക്കുന്ന ആളാണ്. പുള്ളിയുണ്ട്, അവൻ പറഞ്ഞു ദൈവത്തിന് ആഭരണം ഒന്നും വലിയ വിഷയമല്ലെന്ന്. ഉടനെ പുള്ളി പറഞ്ഞു, എന്നാൽ പുള്ളിക്ക് വിഷയമുള്ള 3-4 കേസ് പറ. ന്യായമല്ലേ? പറഞ്ഞുകൂടെ, ഉപദേശം പറയണ്ടേ? പ്രധാനപ്പെട്ട ഉപദേശമായി രക്ഷിക്കപ്പെടണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അത് ഉപദേശമാണ്. 3, ആത്മാഭിഷേകം പ്രാപിക്കണം. ഇത് ആരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നിന്നെന്ന് ചിലർ പറയുന്നത് തർക്കിക്കൊന്നും വേണ്ട, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് ആരുടെയും സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി കൊണ്ടതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയെ കൊണ്ട് അത് കുലുങ്ങി പോകത്തില്ല. ഉപദേശം തീർത്ത് പറയണം. സഭയിലുള്ള എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വേണ്ടേ? ഉപദേശം അതല്ലേ? സ്തോത്രം. ഒരിക്കലൊരു തള്ള പറഞ്ഞു, അന്യോട് പറഞ്ഞു, അന്യഭാഷ മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞു, തള്ള നിങ്ങളോടല്ല പറഞ്ഞേ, അന്യഭാഷയിൽ പറയുന്നവൻ തള്ളയോടത്ര അല്ല ദൈവത്തോടാ. തള്ളക്ക് ഇതെല്ലാം മനസ്സിലാണോന്ന്? അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക, വേറെ ആരുമായിട്ട് അറിയത്തുമില്ല. സ്തോത്രം. അത് ദൈവത്തോടാ. ഇത് തർക്കിക്കാനുള്ള സ്ഥലമല്ല, തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല, വാദിക്കാനും പറഞ്ഞതല്ല, മറ്റൊരാളെ കൊച്ചാക്കാനും പറഞ്ഞതല്ല. നീ ആഗ്രഹിക്ക്, നിന്നെയും ദൈവം നിറയ്ക്കും. ഇതാരുടെയും സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാ. ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്നായി നിറയ്ക്കുമെന്ന്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഞാൻ പ്രസംഗിക്കുന്നിടത്തെല്ലാം പറയാം, ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് വിടുതൽ അനുഭവിച്ചവരാ ഇതിനകത്തിരിക്കുന്ന സിംഹഭാഗം ആൾക്കാരും. പോരാട്ടങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളുമുള്ള പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്നപ്പോൾ അവിടെല്ലാം നമുക്ക് ജയം പകർന്നത് ആത്മാവിൽ ആരാധിച്ച് വിടുതലെടുത്തതാ. അന്ധകാരത്തിന്റെ കെട്ടുകളുള്ള കുടുംബങ്ങൾ, സാത്താന്യ ബന്ധനത്തിൽ കിടന്ന വ്യക്തികൾ, എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര പൈശാചിക ബന്ധനങ്ങൾ. ആമേൻ. മുഴങ്കാലിന്മേലിരുന്ന് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ എത്രയെത്ര കുടുംബങ്ങൾ വിടുതൽ പ്രാപിച്ചു, എത്രയെത്ര കെട്ടുകൾ പൊട്ടി, ഭൂതങ്ങൾ വിട്ടുമാറി, ജനം വിടുതൽ പ്രാപിച്ചു. ഇന്ന് രാത്രി ഇത് അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ പിടിച്ചടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ ഇണങ്ങിയാലും പിണങ്ങിയാലും അഭിഷേകം പ്രാപിക്കാത്തവന് ഒരു സ്ഥാനവും കൊടുക്കരുത്. സഭയ്ക്കകത്ത് അഭിഷേകം പ്രാപിക്കാത്തവനെ സെക്രട്ടറി ആക്കരുത്. സെക്രട്ടറി അഭിഷേകം പ്രാപിക്കണം. അല്ല 2 പേനായി ഒരു ബുക്കുമായിട്ട് കോഴിപിടുത്തക്കാരൻ വരും പോലെ വരരുത് ഞായറാഴ്ച. ഇത് തീർത്ത് പറയണം. പറയണ്ടേ? പിന്നെ നമ്മൾ പറയാതെ പിന്നെ ഗുരുവായൂരിലെ മേശാന്തി വന്ന് പറയുമോ? നമ്മൾ പറയണം. കമ്മിറ്റിയും കൗൺസിലും ആയിക്കോട്ടെ, അഭിഷേകമില്ലാത്തവനെ കയറ്റരുത്. കുന്തം അഭിഷേകത്തിൽ നിറയണം. സ്തോത്രം. അഭിഷേകമുള്ളവൻ മുൻനിര വരണം. ആത്മാവിൽ ആരാധിക്കുന്നവൻ വരണം. സഭായത്തിന് വന്ന് കൈ പഠിക്കാല, പാട്ടും പാടുകാല അനങ്ങത്തില്ല. നീ പമ്മി ഇരിക്കുക. നീ ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക താങ്കൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഇന്ന് രാത്രി ആരാധനയിൽ വിടുതലെടുത്ത ദൈവമക്കളാ, ആരാധനയുടെ മഹത്വം കണ്ടവരാ, ആരാധനയുടെ മഹിമ കണ്ടവരാ. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടും പോട്ടുവന്ന് പുഷ്ടി നിമിത്തം നുകം തകരും. പുഷ്ടി നിമിത്തം നുകം തകരും. സാത്താൻ കെട്ടിവച്ചിരിക്കുന്ന നുകത്തെ അടിക്കുന്ന ആത്മാവിന്റെ വ്യാപാര ശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ.
അത് ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. ഉപദേശമായി ഇത് അഭിഷേകം പ്രാപിച്ചിരിക്കണം. സ്തോത്രം. നിന്ന് പോയെന്ന് പറയുന്നു, പഠിപ്പിക്കുന്നു, അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. നീ ഇത് അനുഭവിക്കുന്ന ആളല്ലേ. പണ്ട് തർക്കത്തിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞു യേശു ക്രിസ്തു ദൈവം അല്ലെന്ന് തെളിയിക്കാൻ പോവാന്ന് ഒരാൾ. അപ്പം ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞു, ഇപ്പം അവൻ നിന്ന് തെളിയിച്ച ഉടനെ യേശു ദൈവം അല്ലാകാതിരിക്കുമോ? ഇവൻ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ യേശു ദൈവം അല്ലെന്നങ്ങ് തെളിയിക്കുക. യേശു ദൈവം അല്ലേ? ഇവന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ദൈവം? എടാ, കണ്ട പൊട്ടനും ചട്ടനും വട്ടനും ഊളനുമെല്ലാം യേശു ദൈവം അല്ലെന്ന് പറഞ്ഞാൽ യേശു ദൈവം ആകാതിരിക്കുമോ? സ്തോത്രം. ഈ ലോകം മുഴുവൻ യേശു ദൈവം അല്ലെന്ന് പറഞ്ഞാലും അവിടുന്ന് ദൈവം തന്നെ. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. അവിടുന്ന് സർവജ്ഞനായ ദൈവമാ, അവിടുന്ന് സർവശക്തനായ ദൈവമാ, അവിടുന്ന് നിത്യനായ ദൈവമാ, അവിടുന്ന് ഏക സത്യ ദൈവമാ. ഇന്ന് രാത്രി അവിടുന്ന് മാത്രമാ ദൈവം. മകോ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇത് ഉപദേശ സത്യമാ. ഇത് നമ്മുടെ ജനറൽ കൺവെൻഷൻ ആണല്ലോ, ജനറൽ കൺവെൻഷനാ, നമ്മുടെ സഭയുടെ കൺവെൻഷനാ. അപ്പൊ ഉപദേശം കൂടെ പറയുന്നത് നല്ലതാ. സ്തോത്രം, സ്തോത്രം. അഭിഷേകം പ്രാപിച്ചിരിക്കണം. കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പം അറിവുള്ളവരായിരിക്കും. പന്തലിന്റെ കാല് നാട്ടിയപ്പം സഭയുടെ പ്രധാന ആളിങ്ങനെ നോക്കി, ആ കാലെടുത്തോണ്ട് പോവുകയും കുഴിക്കുകയും നാട്ടുകയും ചെയ്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അഭിഷേകം പ്രാപിച്ച ആളല്ല, ലക്ഷണം കണ്ടിട്ട്. പുള്ളി സ്റ്റേജിൽ ഇരുന്ന് കൈ അടിച്ച് ചിഞ്ഞ് വിളിച്ചെന്നാ പറഞ്ഞുള്ള അറിവാ. എവിടാ ബ്രദറിൻ്റെ വീട്? ഇന്നടുത്ത. പേരെന്തുവാ? രക്ഷിക്കപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാണോ? അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. എന്നാൽ കാലും കോലും അവിടെ ഇട്ടേച്ച് എന്താ ചാപ്പലിലോട്ട് പോകാൻ പറഞ്ഞു. കാരണം അവിടെ ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കാത്തിരിപ്പ് യോഗം. അങ്ങോട്ട് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, ദൈവം അഭിഷേകത്തിൽ നിറയ്ക്കും, എന്നിട്ട് വന്ന് കാല് താത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ അഭിഷേകം കയറി കാലെടുത്ത് അടിക്കുന്നത് സെൻട്രൽ പാസ്റ്റൊക്കെ ഇട്ട്, അതുപോലെ അഭിഷേകമായി. പിന്നെ കാല് താത്തോണ്ടിരുന്നപ്പോൾ അവിടുത്തെ വിഷയം പറഞ്ഞു, ആ കാലെടുത്ത് താനാന്നോ സെൻട്രൽ പാസ്റ്റം പറഞ്ഞ് ഒറ്റയടി അവിടെ 6-ാം മാലി ഒടിഞ്ഞ് അത്രയ്ക്ക് അഭിഷേകമായി. പിന്നെ ഒരു കാര്യം പറയാ, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. തീർന്നില്ല, നീ തിരുമേശ എടുക്കണം. തിരുമേശ വെക്കുമ്പോഴേ ആ തിരുമേശ എടുക്കണം. തിരുമേശ ഇല്ലാത്ത ആരാധനയല്ല. ആൾക്കാരെല്ലാം കൂടെ ഞായറാഴ്ച കൂടി വരുന്നേ ഉള്ളൂ. അവിടെ എവിടെയും കിടന്നതിനെല്ലാം ഓട്ടോയിലും ലോറിയിലും കൊണ്ട് കമ്പത്തിൽ നിന്ന് കാളെ ഇറക്കും പോലെ കൊണ്ട് ഇറക്കിയെന്നല്ലാതെ. സ്തോത്രം. ഇടയെ ആരാധനയ്ക്ക് തിരുമേശ വേണമെന്ന്. ചിലടത്ത് വല്ലപ്പോഴും ഒരിക്കലാ തിരുമേശ നടത്തുന്നേ, ആണ്ടറുതിക്ക്. ചിലടത്ത് മാസത്തിൽ 1, ചിലടത്ത് 2 മാസം കൂടുമ്പം, ചിലടത്ത് മെയിൻ പാസ്റ്റർ വന്നെങ്കിലേ അപ്പം എന്നുള്ളത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതല്ലോ, ഇങ്ങനെ വെക്കുമ്പോൾ മുറിയുന്നല്ലയോ. അതിന് പ്രാഗൽഭ്യവും ശുശ്രൂഷയ്ക്ക് തന്മയത്വവും പക്വതയുള്ള ദൈവദാസന്മാരുണ്ടെങ്കിൽ അത് എല്ലാ ആഴ്ചയിലും നടത്തണം. കുറഞ്ഞ പക്ഷം തിരുമേശയില്ലാത്ത ആരാധന നമ്മുടെ ഉപദേശമായത്. ഇതൊക്കെ തീർത്ത് പറയണ്ടേ? ഉപദേശം പറയണം. സ്തോത്രം. നമ്മുടെ ജനറൽ കൺവെൻഷൻ അല്ലേ, ഉപദേശം കൂടെ അറിയണമല്ലോ എന്തുവാന്ന്. തിരുമേശ വേണം. ആ തിരുമേശയിൽ നീ ഭക്ഷിക്കണം. ഇത് അപ്പം തിന്നാതെയും പാനപാത്രം നിന്ന് പാനം ചെയ്യാതിരുന്ന ജീവൻ കാണുകയല്ല. ഇതൊരു കൂട്ടായ്മയാ. അവിടുത്തെ കഷ്ട മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീകരിച്ചതാ സ്നാനം. അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും കൂടാ. അത് അനുഭവിച്ചിരിക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുവാൻ അനുഭവിക്കണം. അത് പ്രാഗൽഭ്യത്തോടെ എടുക്കണം. തിരുമേശയെ നുറുക്കിക്കൊണ്ടിരുമ്പോൾ നിൽക്കുക ട്രാഫിക് പോലീസിനെ പോലെ. തിരുമേശ എടുക്കാത്തവനെ കമ്മിറ്റി കയറ്റരുതെന്നേ. തിരുമേശ എടുക്കാത്തവരെ ഗാന ശുശ്രൂഷയ്ക്ക് കാണരുത്. ഇവരെല്ലാം പിന്നെ ദൈവകൃപയുള്ളവരാ. ഒരുത്തനെ തിരുമേശ എടുത്തോണ്ടപ്പോ അവൻ മുങ്ങി പാട്ട് പാടിക്കൊണ്ടിരുന്നവനാ. പാടില്ല. തിരുമേശയിൽ പങ്കുകാരാകണം. നമ്മുടെ ഉപദേശമായതെല്ലാം. സ്തോത്രം. വേർപാട് പാലിക്കണം.
ദൈവത്തിന് മഹത്വം. കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, ഓരോ ദിവസവും അവൻ മാനസാന്തരപ്പെടണം. ഞാനും നിങ്ങളുമല്ല. എന്തിന്? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ. ഇത് കർക്കശ ഉപദേശം തീർത്ത് പറയണ്ടേ? അപ്പോൾ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അടുത്തത് വെളിപ്പാടുണ്ട്, അന്യഭാഷ ഉണ്ടെന്ന് നിന്നില്ലെന്ന് ഉണ്ടെന്ന് തന്നെ എഴുതി വെച്ചേക്കുന്നേ. അന്യഭാഷ ഉണ്ട്, പിന്നെ വ്യാഖ്യാനമുണ്ട്. ഇതെല്ലാം ആത്മീക വർധനയ്ക്കാ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൃപാവരങ്ങളെ പറ്റി അറിവില്ലാത്തവരായിരിക്കരുത്. ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പിച്ചും തെറിപ്പിച്ചും പറയാ, അന്യഭാഷ നിന്നിട്ടില്ല, വെളിപ്പാട് നിന്നിട്ടില്ല. ഭൂതങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുപോകും. രോഗികൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. ഇന്ന് രാത്രി ഓർപ്പിക്കരുത്, നിന്നിട്ടില്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ യേശു നിന്നെ സൗഖ്യമാക്കും. ദൈവദാസന്മാർ വിശ്വാസത്തോടെ കൃപാവര പ്രാർത്ഥന്മാർ ദൈവകൃപയിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അവൻ മരണകരമായി കുടിച്ചാലും കടിച്ചാലും ഹാനി വരത്തില്ല. ഇന്ന് രാത്രി കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. ദൈവമക്കളെ ഇത് അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. എനിക്ക് തന്ന സമയം ഉണ്ടല്ലോ, അപ്പം അത് മാനിക്കണമല്ലോ. കൃത്യസമയത്ത് നിർത്തും. സ്തോത്രം. കൃപാവരങ്ങളെ പറ്റി അറിവില്ലാത്തവരായിട്ടിരിക്കരുത്. ഈ കൃപാവരം ഉള്ളത് നല്ലതാ. അതിലേറ്റവും നല്ല വരം കൃപാവരങ്ങൾ എല്ലാവരും പ്രാപിക്കണം. അറിവില്ലാതിരിക്കരുത്. ഇത് വിശേഷമായിട്ടൊരു വരം. ഇതെല്ലാം പ്രയോഗിക്കാനുള്ള വിവരവും കൂടെ വേണം. വിവരം, പരിജ്ഞാനം. പുസ്തകത്തിൽ അങ്ങനെ ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും. അപ്പൊ ജ്ഞാനവും പരിജ്ഞാനവും, ജ്ഞാനം വേറെ, പരിജ്ഞാനം വേറെ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാം ജ്ഞാനവും പരിജ്ഞാനവും. ചിലർക്ക് ജ്ഞാനമുണ്ട്, പരിജ്ഞാനമില്ല. ചിലർക്ക് പരിജ്ഞാനമുണ്ട്, ജ്ഞാനമില്ല. ഇത് രണ്ടും അത്യാവശ്യമാണ്. വിശേഷിച്ച് ജ്ഞാനം അല്പം കുറവാണെങ്കിലും പരിജ്ഞാനമാ അത്യാവശ്യം. പരിജ്ഞാനം വേണം. പരിജ്ഞാനമില്ലാകിയാൽ പരിജ്ഞാനം വേണം. ജ്ഞാനവും പരിജ്ഞാനവും. ചിലക്ക് ജ്ഞാനമാ, നല്ല അറിവാ, വിഷയങ്ങളെ പറ്റി അഗാധ ജ്ഞാനമാ, നല്ല അറിവാ. പക്ഷെ അത് പ്രയോഗിക്കേണ്ട വിധം അറിയത്തില്ല. ഞാൻ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഈ പുതിയ ഉപദേശക്കാരാ, അവനെ അന്ന് ഒരു 18-20 വയസ്സ് കാണുമായിരിക്കാം, അത് കൂടുതൽ കാണത്തില്ല. അപ്പോൾ ആ സദസ്സിൽ പ്രായമുള്ളൊരു കർത്തദാസൻ വന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ LIC അനിയച്ചായൻ. അടുത്ത കാലത്താണ് മരിച്ചു പോയത്. നിങ്ങൾ ചിലർ കണ്ടു കാണും. ബി എ തമ്പി പാസ്റ്ററുടെ കൂടെ ആരംഭകാലത്ത് ചങ്ങനാശ്ശേരി പ്രവർത്തിച്ച സിയോ ബംഗ്ലാവിലെ അനിയച്ചായന്. അദ്ദേഹത്തിന് അന്ന് 10-80 വയസ്സുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരനും വന്ന് ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പം ഈ 10-18 വയസ്സുള്ള അവന് പരിജ്ഞാനമില്ലെന്ന് പറയാൻ, അവന് അനിയച്ച 19 വയസ്സില്ലേ, ഇവൻ ഇപ്പോഴത്തെ മോഡേൺ വെച്ചാ. ആട്ടെ, ബ്രദറിന്റെ വീട് എവിടാ? ഇവനൊരു പരിജ്ഞാനോ. ഈ 80 വയസ്സുള്ള ആ പ്രിയ പിതാവിനെ ഈ 17-18 വയസ്സുള്ളവൻ ചോദിക്കാം, ആട്ടെ ബ്രദറിന്റെ വീട് എവിടാ? അത് വിളിച്ചത് തെറ്റാന്നല്ല, വേറെ പുസ്തകത്തിന്റെ ഭാഷാ ശൈലിയിൽ വലിയ കുഴപ്പമോ ഇല്ല. എന്നാലും അങ്ങനെ അല്ലല്ലോ. അതാ പരിജ്ഞാനമില്ല. നമ്മുടെ നാട്ടു നടപ്പും ഇവിടുത്തെ രീതികളൊക്കെ അനുസരിച്ചൊക്കെ അച്ചായൻ്റെ വീട് എവിടാ, അല്ലെങ്കിൽ അപ്പച്ചന് എവിടെ നിന്നാ വരുന്നേ, അതല്ലേ എൻ്റെ മര്യാദ. പരിജ്ഞാനമില്ല. ഇല്ല. വേണേ ഒരു കാര്യവും കൂടെ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല, എന്നാലും പറയാം. അത് ഞങ്ങൾ ഉപദേശിമാരും ഞാനും പ്രതിയാ, ഞങ്ങൾ മിക്കവരും പ്രതിയാ. എല്ലാവരുമല്ല, ചിലരിതിൽ ഒഴിവുള്ളവരാ. സഭയിലെ കാശും കനവും നിറവും നിലവാരവും പിടിപ്പും പത്രാസുമുള്ള അമ്മച്ചി ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും, വലിയ വീട്ടിലെ മറിയാമ്മ കൊച്ചമ്മ, അതിനൊക്കെ ആക്കം കൂട്ടിയേ പറയുള്ളൂ, മറിയാമ്മ കൊച്ചമ്മ, കുഴപ്പമില്ല, അങ്ങനെ തന്നെ വിളിച്ചോ. ആ സഭയിൽ തന്നെ പിടിപ്പും
സാമ്പത്തികവും കളറും നിറവും വലിയ സാമ്പത്തിക ഭദ്രതയില്ലെങ്കിൽ ഈ പറഞ്ഞ ആള് തന്നെ പ്രാർത്ഥിക്കാൻ പറയും. ഇപ്പോൾ മറിയാമ്മ കൊച്ചമ്മ പ്രാർത്ഥിക്കും. കൊച്ചമ്മ ഇരുന്നോണ്ടാ പ്രാർത്ഥിക്കും, കൊച്ചമ്മയ്ക്ക് വയ്യ. ഈ പാസ്റ്റർ തന്നെ രണ്ടാമത് പറയുന്നതാ. അതിനുശേഷം നമ്മുടെ കുംഭമലയിലെ തങ്ക സഹോദരി പ്രാർത്ഥിച്ചാട്ട്. തങ്കയ്ക്ക് 90 വയസ്സുണ്ട്. മൊബൈൽ അടിക്കുന്നല്ലോ ആരുടെയോ അവിടെ ഉണ്ട്. അതാ. അപ്പൊ ശ്രദ്ധിച്ചേ, കുറ്റമല്ലി പറഞ്ഞത് തെറ്റുമല്ല, കുറ്റമല്ലി പറഞ്ഞത് നിങ്ങളെ എഴുത്താൻ പറഞ്ഞതല്ല, ഞാനും പ്രതിയാ. ഈ കാര്യം പറയും മറിയാമ്മ കൊച്ചമ്മ. കൊച്ചമ്മയ്ക്ക് 70 വയസ്സേ ഉള്ളൂ. കുംഭമലയിലെ അമ്മയ്ക്ക് 90. എന്നാലും പ്രയോഗശൈലി കണ്ടോ? ഇത് മറിയാമ്മ കൊച്ചമ്മ. ബെന്നിച്ചാ ഞാൻ തമാശ പറഞ്ഞതല്ല. ഞാൻ തമാശ എന്നാ പറഞ്ഞേ, കാര്യമല്ലേ പറഞ്ഞേ. നമ്മുടെ മിക്ക സഭകളിലും ഇല്ലേ? നിങ്ങളിപ്പോൾ ചിന്തിക്കുക എത്രയും പെട്ടെന്ന് പറഞ്ഞ സമയമായാൽ മതിയായിരുന്നെന്ന്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. സ്തോത്രം. പരിജ്ഞാനമില്ല ചിലർക്ക്. അപ്പൊ ജ്ഞാനവും പരിജ്ഞാനവും ഒരു തെളിവ് തരാം. ഉദാഹരണം എപ്പോഴും ഞാൻ പറയുന്നതാ, പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിട്ടു നേഴ്സിങ്. എനിക്കതിനെപ്പറ്റി വലിയ പഠിത്തമൊന്നും അറിയത്തില്ലേ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ, അപാകത വന്നെങ്കിൽ അറിവുള്ളവർ പൊറുക്കണേ. നേഴ്സിങ് പഠിക്കാൻ വിട്ടു, പഠിച്ചു, മിടുക്കിയായി, സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങി വീട്ടിൽ വന്നു വേറെ ജോലിക്ക് പ്രവേശിക്കാൻ. അപ്പൊ അങ്ങനെ ഇതുമ്പം കുരുമുളക് പറിക്കുന്ന സമയമാ. വീട്ടിലെ അപ്പച്ചൻ കുരുമുളക് പറിക്കാൻ ഏണി വെച്ച് കൊടി കയറി പറിക്കുക. അപ്പൊ നേഴ്സിങ്ങിനെ പഠിപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ ജ്ഞാനം വേറെ, പരിജ്ഞാനം വേറെ. ജ്ഞാനം ഇതാ, തെറ്റുണ്ടേ ക്ഷമിക്കണേ, ഞാൻ എൻ്റെ എളിയ ബുദ്ധി പറയുന്നതാണ്, ക്ഷമിക്കണേ. പാമ്പ് കടിച്ചാൽ, പാമ്പ് കൊത്തിയാൽ ആ കടിഭാഗത്ത് നിന്ന് ഒരു ചാണ് മേളിലോട്ട് കയറ്റി ഒരു ചരട് കൊണ്ട് അടിയന്തര ശുശ്രൂഷയാ കെട്ടി എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുക. ആദ്യത്തെ നടപടിക്രമം ഇത്. നേഴ്സിംഗ് പഠിച്ച മോള് പഠിച്ചേച്ച് വീട്ടിൽ വന്ന് സർട്ടിഫിക്കറ്റും കൊണ്ട് അലമാരി വെച്ചു, ജോലിക്ക് അപേക്ഷ കൊടുത്ത് നോക്കിയിരിക്കുക കിട്ടാൻ. അങ്ങനെ ഇവള് രാവിലെ തിണ്ണയിലിരുന്നപ്പോൾ അപ്പച്ചൻ ഏണി വെച്ച് മുളക് പറിക്കുന്നു. മുളക് ഇങ്ങനെ ഏണി നിൽക്കല്ലേ, പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുളക് കൊടിയേലെ ചുറ്റി ഒരു പാമ്പ് അപ്പച്ചൻ്റെ ഈ നെഞ്ചിലിട്ടൊരു കൊത്ത. അപ്പച്ചൻ ഉടനെ ഒരു വിധത്തിൽ ഇറങ്ങി, മോളെ എന്നെ പാമ്പ് കൊത്തി. ഓടി വന്നു. എവിടെ അപ്പച്ചാ കൊത്തിയത്? ഇവിടെ അടി കൊത്തി. നോക്കിയപ്പോൾ ചോര പൊടിക്കുന്നു. ഉടനെ പഠിച്ച ജ്ഞാനം, കടി കൊണ്ട ഭാഗത്ത് നിന്ന് ഒരു ചാണ് മുകളിലോട്ട് കയറ്റി നല്ലതുപോലെ ജ്ഞാനമാ, പഠിച്ചതാ. അവൾ ഒട്ടും അമാന്തിച്ചില്ല. പൊട്ടാത്ത ചാക്ക് ചരട് ഒന്നുകൂടെ പിരിച്ചു കെട്ടി അപ്പച്ചനെ ആശുപത്രി കൊണ്ടുപോകണ്ട. ഇതായി ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി കാണും. ചിലർക്ക് കൃപാവരം എല്ലാം ഉണ്ട്, പക്ഷെ പരിജ്ഞാനം ഇല്ല. ചില കൊച്ചു പിള്ളേർക്ക് കൃപാവരം എല്ലാം കിട്ടിക്കഴിയുമ്പോൾ അത് കൃപാവരത്തിന് തെറ്റല്ല, കൃപാവരമുണ്ട്, പക്ഷെ പരിജ്ഞാനമില്ല. ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞേച്ച് കൊച്ച് പെങ്കൊച്ച്, ഇനി പേരൊന്നും ഞാൻ പറയുന്നില്ല, അന്ന് ഒരു 8 വയസ്സ് കാണും. ആ 8 വയസ്സുള്ള കൊച്ചു വന്നേച്ച് ഒരു പ്രായമുള്ള അപ്പച്ചോട്, മകനെ, വല്യപ്പനും എന്തോന്ന് വിളി കേട്ടല്ല, എന്നാ ചെയ്യാനാ? കുഞ്ഞിന് കൃപാവരമില്ലെന്നല്ല, ദൈവാത്മാവ് അല്ലെന്നും അല്ല വാദം, പക്ഷെ പരിജ്ഞാനമില്ല. ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണമല്ല. തത്വ സഹോദരിമാരും ആയിക്കോട്ടെ, ആമേൻ. ആയിരിക്കുന്ന പിതാവിനോട് ഒരാലോചന, ആയിരിക്കുന്ന അപ്പച്ചനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതാ പരിജ്ഞാനം. 12 വയസ്സുള്ള കൊച്ച് 90 വയസ്സുള്ള കളവൻ്റെ തല ചെന്ന്, മകനെ, അപ്പൻ്റെ നീ കേട്ടുക, മകൻ തന്നെ ദൈവത്തിൻ്റെ മകനാ. അപ്പൊ ജ്ഞാനം വേറെ, പരിജ്ഞാനം വേറെ. അത് വിവരിക്കുന്നില്ല. ദൈവമക്കൾ കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്.
ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഒന്ന് വായിച്ചോ. ദൈവത്തിന് മഹത്വം. കൃപ നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ഒന്ന്, കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. ഇനി വായിച്ചേ ദൈവദാസി, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5 മുതലൊന്ന് വായിച്ചേ. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് നിങ്ങൾ അറിയണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. അവർ മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എന്നിട്ട് പറയുക, എങ്കിലും അവർ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കുക. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വായിച്ച, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ. ഇനി 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11. നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. 11. ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നത് നമുക്ക് ഇത് ബുദ്ധിയുപദേശത്തിനായി. നിങ്ങളിത് അറിയാതിരിക്കരുത്. ഒന്ന്, കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. കൃപാവരം നിന്നിട്ടില്ല, കൃപാവരം ചോർന്നിട്ടില്ല. കൃപാവരം ഇന്നുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ ദൈവം അതിൽ നിറയ്ക്കും. ഒന്നുകൂടെ തെളിച്ചു പറയാ, വിവേചനം നിന്നിട്ടില്ല, അന്യഭാഷ നിന്നിട്ടില്ല. അവൻ ഭൂതങ്ങളുടെ മേൽ അധികാരം അതിപ്പോഴും ചെയ്യുന്നവരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകും, ബന്ധനങ്ങൾ അഴിയും, ഭൂതങ്ങൾ വിട്ടുമാറും, രോഗികൾ സൗഖ്യമാകും, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കും. ഇന്നും നിന്നിട്ടില്ല. നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്. 2 പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുക, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ആരാ? ഇസ്രായേൽ മക്കളാ. എന്താ ഇവരുടെ വിശേഷത? ഇവര് മിസ്രയീം പുറപ്പെട്ടു വന്നവരാ എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന്. ആബീമ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതുമാണുമായ ഒരു കുഞ്ഞാടിനെ അറുത്ത് ഇവർ ചോരത്തളി ആചരിച്ചു. കട്ടളക്കാർ 2-ലും കുറുമടി മേൽ പുരട്ടി എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു. 2, രക്ഷിക്കപ്പെട്ടവര് മിസ്രയീമിൽ നിന്നില്ല, അവര് മിസ്രയീം വിട്ടു. വിട്ട് ചെങ്കടൽ കടന്നു. അത് സ്നാനം. രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്നാനപ്പെടണം. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. യേശു മാതൃക കാണിച്ചു തന്നു. ഇങ്ങനെ സ്നാനമെന്ന്. തളിക്കാൻ വ്യവസ്ഥയില്ല, കൊടയാൻ വ്യവസ്ഥയില്ല, മെഴുക്കിയെടുക്കാൻ വ്യവസ്ഥയില്ല, കൊച്ചുങ്ങളെ പിടിച്ചു മുക്കാൻ വ്യവസ്ഥയില്ല. ഒറ്റ വ്യവസ്ഥയുള്ളൂ, വിശ്വസിക്കുന്നവരെ. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. സ്തോത്രം. അവരെ സ്നാനപ്പെടുത്തി. ഇവര് സ്നാനപ്പെട്ട് മറുകര കയറി. ആ മറുകര കയറിയവരെ പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ പറയുക, ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഇവരെ മരുഭൂമിയിൽ തള്ളിയിടാൻ ഒത്തിരി കാര്യമുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞാൽ ഇന്നും നാളെ പോയി പറ്റുണ്ടാക്കുകയില്ല. ഇന്ന് വേണേ 1-2 കാര്യം സൂചിപ്പിക്കാം. പിന്നീടെങ്ങാനും അവസരം കിട്ടുകയാണെങ്കിൽ ബാക്കി കാര്യം ഓർപ്പിക്കാം. അപ്പം ഞാനത് പഠിച്ചപ്പം 35 കൂട്ടം കാര്യമുണ്ട് തെള്ളിയിടാൻ. ഇപ്പം നിങ്ങൾക്കൊരു ചിന്ത, നേരം പോയ നേരത്തെ ഇയാൾ 35 പറയാൻ നിൽക്കുകയാണോ എന്ന്. നോട്ടോ ഇരുപ്പം കണ്ടിട്ട് 5 പോലും പറയാൻ താല്പര്യമില്ല. ഇവരെ തെള്ളിയിട്ടു. തെള്ളിയിടാനുള്ളതിൻ്റെ പല കാര്യമുണ്ട്. അതിൽ ഒരു കാര്യം പറയാം. 106-ാം സങ്കീർത്തനം 23 വായിച്ചേ ദൈവദാസി. ഇവരെ മരുഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മോശയോട് ചേർന്ന് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് ഇവരെ തെള്ളിയിടാൻ പല കാര്യമുണ്ട്. അതിലൊരു കാര്യം 106-ന്റെ 23. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു. ഏതാ വായിക്കുന്നത്? 106-23 ഏതാ വായിച്ചേ? 106. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. 106-23 വായിച്ചേ. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇവരെ നശിപ്പിക്കും, മരുഭൂമിയിൽ തള്ളിയിടും. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അതെത്ര വാക്യമാ? 24 വായിച്ചേ.
അവൻ മനോഹര ദേശത്തെ അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരെ തെള്ളിയിടാനുള്ള ഒരു കാരണം ഇവർ മനോഹര ദേശത്ത് നിരസിച്ചു എന്ന് പറഞ്ഞ കനാനിലേക്ക് ഇവരെ കൊണ്ടുപോകുക. ആ കനാൻ നാടിനെ ഇവർ നിരസിച്ചു. ഏറ്റവും സുന്ദര സുരബലമായ മെച്ചമായ സ്ഥലമാ കനാൻ. അത് ഇവർ നിരസിച്ചു. നിരസിച്ചത് സംഖ്യാപുസ്തകം 32 എടുക്കണം. കനാൻ ദേശത്തോട്ട് പോകുന്നവർ യോർദാന്റെ ഇക്കരെ വന്ന് പറഞ്ഞ് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന്. മോശ പറഞ്ഞ് നമ്മളെല്ലാം കൂടെ അക്കരയ്ക്ക് പോകാനാന്നല്ലോ അവിടുന്ന് ഇറങ്ങിയത്. ഇറങ്ങിയത് അങ്ങനെയൊക്കെയാ. പിന്നെ ഇപ്പം ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല അച്ഛാ, കൃപയുണ്ടേ ഞങ്ങളെ കൊണ്ടുപോകരുതെന്ന്. എടാ, കൃപ പോയത് കൊണ്ടല്ലേ ഇത് പറഞ്ഞത്. കൃപയുണ്ടേ ഞങ്ങൾ അക്കരയ്ക്ക് എന്നെ കാര്യം തന്നെ. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പം ഞങ്ങൾക്ക് ആടുമാടുകളൊക്കെ ഇഷ്ടം പോലെയായി. അതിൻ്റെ കുഞ്ഞുങ്ങളും പേറും പറപ്പും എല്ലാം ഇഷ്ടം പോലെ ആയി. പണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പം ഒരു പെണ്ണാടും ഒരു കുഞ്ഞാടും ഒരു മുട്ടാടും, പിന്നെ ഒരു തൊട്ടി, ഒരു കൊട്ട, ഒരു വട്ടി, ഒരു ചട്ടി, ഒരു പട്ടി, ഒരു പെട്ടി, പിന്നെ അത് തട്ടി, അടുത്ത പിന്നെ മുട്ടി, പിന്നെ അത് പൊട്ടി. ഇറങ്ങിയപ്പോളേ പെട്ടികൾ മേച്ചക്കൽ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. അന്നിറങ്ങിയപ്പം പെട്ടികൾ മേച്ചക്കൽ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. അട്ടിശകടത്തിന്മേലും തട്ടിലൊട്ടുലൊടുക്കുകൾ കൂട്ടി. ചട്ടി മരം കലം കോട്ട നല്ല ചട്ടുകൾ കോട്ട. ചട്ടി മരം കലം കോട്ട നല്ല ചട്ടുകൾ. പെട്ടികൾ മേച്ചക്കൽ കാട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. പെട്ടികൾ മേച്ചക്കൽ കാട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. പാടാൻ നേരമില്ല, അങ്ങ് അടങ്ങുക ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, അന്ന് ഇറങ്ങിയപ്പോ ഒരു ചട്ടി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു വട്ടിയും, ഒരു കുട്ടി, ഒരു മുട്ടാടും, ഒരു വെണ്ണാടും. ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞപ്പം ആടുമാടുകളൊക്കെ ഇഷ്ടം പോലെ. അപ്പൊ ഇവര് പറയാ ഞങ്ങൾ അങ്ങ് വരുന്നില്ലെന്ന്. മോശ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകാനാന്നല്ലോ എല്ലാവരും ഇവിടെ. എനിക്ക് ഈ യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം പറയാം. നമ്മൾ ഞായറാഴ്ച ഇങ്ങോട്ട് പോരുമ്പം അയലത്തുകാർ ചോദിക്കും, അല്ലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർ ചോദിക്കും, അല്ലേ വഴി പരിചയമുള്ളവരേക്കും, എവിടെ പോകുന്നു സാറാമ്മേ? ആരാധനയ്ക്ക് പോവുക. ഇവിടെ വന്ന് കുത്തിയിരുന്ന് തള്ള ഉറങ്ങുക. അവരോട് പറഞ്ഞ തന്നെ തങ്കച്ചാൻ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾക്ക് ആരാധനയല്ലേ, ഉമ്മ വന്ന് മെനക്കെട്ടിരിക്കുക, കൈ പഠിക്കല, പാട്ടും പാടുകയല്ല, പറഞ്ഞേച്ച് പോകുന്ന തന്നെ. ആരാധന മറുഭാഷ പറയുന്നത് മാത്രമല്ല, ആരാധന സ്തോത്രം പറയുന്നത് മാത്രമല്ല, ആരാധന കൈയടിക്കുന്നത് മാത്രമല്ല, ആരാധന മേപ്പോട്ടിക്കിപ്പോട്ട് ചാടുന്നത് മാത്രമല്ല, ആരാധന ഉറക്ക ഹല്ലേലൂയ പറയുന്നത് മാത്രമല്ല, ആരാധന ശബ്ദത്തിൽ കൈയടിക്കുന്നത് മാത്രമല്ല, ആരാധന ആമ പാട്ട് പാടുന്നത് മാത്രമല്ല. പക്ഷേ ആരാധന ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നത് ആരാധന. ആമേൻ, സ്തോത്രം. നിങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് ദൈവാരാധന. ഇങ്ങനെയുള്ള അവര് പറയാ ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന്. മോശ പറഞ്ഞ് നമ്മൾ അക്കരയ്ക്ക് പോകാനാ? ഇല്ല അച്ഛാ, വരുന്നില്ല. ഇപ്പൊ ഇഷ്ടം പോലെ ആടുമാടുകളായി. പിന്നെ ഒരു ഉടക്കുണ്ടാക്കാതിരിക്കാൻ മോശ പറഞ്ഞൊരു കാര്യം ചെയ്യ്. ആരൊക്കെയാ വരാത്തെ? അത് രൂപേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി 2.5 2.5 ഇക്കരെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ അക്കരെ 9.5 5.5 അല്ലേ? 2.5 ഇക്കരെ 9.5 അക്കരെ. അപ്പൊ ഒരുത്തനോട് ചോദിച്ചു 5.5 എവിടാന്ന്. ഞാൻ പറഞ്ഞു അടുത്ത യോഗത്തിന് പറയാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 9.5 അക്കരെ. ഇവര് മോശയോട് പറഞ്ഞു, അച്ഛാ സ്പെഷ്യൽ മീറ്റിംഗ് വല്ലോണ്ടേ ഞങ്ങളോട്, വെളിയിൽ നിന്ന് ആരേലും വരികയാന്നേ. ഇവർ അക്കരയ്ക്ക് പോകുന്നില്ലെങ്കിൽ സൺഡേ ഇവിടെ നിന്ന് പാട്ട് പാടുന്ന എങ്ങനെയെന്നറിയോ? അക്കരയാണ് എൻ്റെ ചുമ്മാ പെരുവരിലെ കുത്തി നിൽക്കുക. അക്കരയാണ് ജീസസ് എൻ്റെ. ഒരെണ്ണത്തിന് അക്കരെ പോകാൻ താല്പര്യമില്ല. ഇവര് മനോഹര ദേശത്തെ നിരസിച്ചു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഇവിടെ ഒന്നും നീ നേടിയില്ലെങ്കിൽ നീ അങ്ങ് ചെല്ലണം, നിത്യതയെ കാണണം. കൈവിടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. നാം അക്കരെ ചെല്ലണം.
Praise the Lord. മനോഹര ദേശത്തേക്ക് പോകാനായി എന്നെ നിന്നെ വിളിച്ചത്. ദേശത്തിന്റെ വിശേഷത വായിച്ചങ്ങ് നിർത്താൻ താവുപ്പാത്തെ, അല്ലാതെ രക്ഷയില്ല. ആ ദേശത്തിന്റെ പ്രത്യേകത ആവർത്തന പുസ്തകം 8:7 മുതൽ വായിച്ചോ. ഒത്തിരി വാക്യങ്ങൾ വായിപ്പിക്കണം. പുറപ്പാട് 3:7, ആവർത്തനം 11:10, 12, 13, 106 സങ്കീർത്തനത്തിന്റെ 24, 16 സങ്കീർത്തനത്തിന്റെ 7 വാക്യവും ആവർത്തന പുസ്തകത്തിലെ 12 അധ്യായത്തിൽ നിന്നൊക്കെ വായിപ്പിക്കണം. നേരമില്ല. എന്നാൽ 8:7 മുതൽ വായിച്ചു. ആവർത്തനം 8:7 മുതൽ ദേശത്തിന്റെ വിശേഷത. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്ക്, അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും. ആദ്യ ദൈവദാസി സമയം പോയത് കൊണ്ട് ഞാൻ അങ്ങ് പറയാം, അപ്പൊ അത്രയും കൂടെ സമയം ലാഭിക്കാം. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മേതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. പിന്നെ കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യാ. ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ ഇന്ന് രാത്രി നീ സ്തോത്രം ചെയ്യ്. ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മേതളമുണ്ട്, ഒലിവുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നല്ല ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗോതമ്പെന്ന് പറഞ്ഞാൽ ഇത് അവന് മൃഷ്ടാന്ന ഭോജനമാ. മുന്തിരി നിനക്ക് ചൈതന്യം ഉണ്ടാക്കി തരും. അവൻ സ്തോത്രം. അത്തി രോഗശാന്തി തരുന്നതാ. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ നല്ലൊരു ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്നു. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക.